ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. വലിയവനും ഭയങ്കരനും മഹാനുമായ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം കടന്നു വന്നിരിക്കുന്നത്. കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ചിന്തിക്കുവാനും നമ്മുടെ ആത്മീയ ജീവിതം പരിപോഷിപ്പിക്കപ്പെടേണ്ടതിനും നമ്മൾ ഒത്തുകൂടിയിരിക്കുകയാണ്. ചില വിമർശകർ പറയുന്ന പോലെ കഷ്ടത മുഴുവനും ശാപമാണെന്ന് തന്നെയാണോ? കഷ്ടത ശാപത്തിന്റെ ലക്ഷണമായി മാത്രമേ ബൈബിളിൽ കൊടുത്തിട്ടുള്ളൂ. അനുഗ്രഹത്തിന്റെ ലക്ഷണമായി കൊടുത്തിട്ടില്ല. അനുഗ്രഹത്തിന്റെ ലക്ഷണത്തിൽ കഷ്ടതയില്ല. അപ്പം നമ്മൾ ഇന്ന് പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യത്തിന്റെ ഒരു തുടർച്ച തന്നെയാണ്. നമ്മൾ വളരെ പ്രസിദ്ധനായ ബാംഗ്ലൂർ നിവാസിയായ ഒരു ഉപദേശിയുടെ വീഡിയോ കാണിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞുകൊണ്ടുവരുന്ന കാര്യങ്ങളെ നമ്മൾ ചെറുതായിട്ടൊന്ന് ആ മെസ്സേജിനകത്ത് വിശകലനം ചെയ്യുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ആ മെസ്സേജിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ ചില സഹോദരങ്ങൾ എന്നോട് പറഞ്ഞിരുന്നു, നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും തലയിടാൻ പോകണ്ടെന്നേ, നമ്മൾ എന്തിനാ ഈ അതുമൊക്കെ പറയുന്നത്, നമുക്ക് നല്ല നിലയിൽ വചനം ധ്യാനിക്കാനായിട്ട് കർത്താവ് അവസരം തന്നിട്ടുണ്ടല്ലോ, നമുക്കതൊക്കെ അങ്ങ് ധ്യാനിച്ച് സന്തോഷത്തോടെ പോകാം. ഈ മെസ്സേജൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് കേട്ടതിന് ശേഷവും പല സഹോദരങ്ങൾ എന്നോട് പറഞ്ഞു. പല സഹോദരങ്ങൾ എന്നൊക്കെ പറഞ്ഞ ഒത്തിരി പേരുണ്ടെന്നല്ല, ചുരുക്കം 1-2 പേരൊക്കെയാണ്. അവരും എന്നോട് പറഞ്ഞു, നമുക്ക് ഇങ്ങനെയുള്ള ടോപ്പിക്കുകളൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ, കാരണം നമ്മൾ മറ്റ് ഗൗരവമായ കാര്യങ്ങളൊക്കെ പറയാറുള്ളതല്ലേ. സഭയെക്കുറിച്ചും അതിൻ്റെ നിഴലും പൊരുളും ഒക്കെ വെച്ച് നമ്മൾ ഇപ്പോൾ ടാബർനാക്കിൾ സ്റ്റഡി സൺഡേയിൽ നടത്തുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാമായി ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ കിടക്കുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ എന്തെങ്കിലും പറയട്ടെ, അതൊക്കെ നമ്മൾ എന്തിനാ തലയിടാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മുടെ വാത്സല്യ സഹോദരങ്ങൾ ചിന്തിക്കുന്നത്. ഒരു സെക്കൻഡ് നേരത്തേക്ക് ഞാനും ചിന്തിച്ചു പോയി എന്നുള്ളതാണ് സത്യം. അതായത് ഞാൻ ആ സഹോദരങ്ങളോട് പറഞ്ഞോ ഇല്ലയോ എന്ന് ഞാൻ ഓർക്കുന്നില്ല, എന്നാൽ ആരോടൊക്കെയോ ഞാൻ പറഞ്ഞൊരു കാര്യമാണ് കഴിഞ്ഞ ദിവസം. നമ്മൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ സമകാലീനമായി വളരെ വൈറലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് പറയും. വളരെ വിസ്തൃതരായ ശുശ്രൂഷകരുടെ ചില ആശയങ്ങൾ വചനത്തിന് നിരക്കാത്ത കാര്യമാകുമ്പോൾ, എവിടെയെങ്കിലും 4-3-7 ആളുടെ ഇടയിൽ അവർ പറഞ്ഞ കാര്യങ്ങളല്ല, മുഴുമാലോകരും അറിയുമാർ അവരുടെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പ്രചാരത്തിൽ വരുമ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മളുമായി ബന്ധപ്പെട്ട നമ്മുടെ സഹോദരങ്ങളും ഒക്കെ ശ്രദ്ധിക്കില്ലേ? അതൊക്കെ പുതുതായിട്ടൊക്കെ വിശ്വാസ വഴിയിലേക്ക് വന്ന ആളുകൾ അവർ ഇടവും വലവും നോക്കാതെ അതൊക്കെ ശ്രദ്ധിക്കും, അതൊക്കെ സ്വീകരിക്കുകയും ചെയ്യും. ശരിയായ കാര്യങ്ങൾ പെട്ടെന്ന് ആരും സ്വീകരിക്കില്ല കേട്ടോ. തെറ്റായ കാര്യങ്ങളെ സ്വീകരിക്കാൻ മനുഷ്യന് അങ്ങനെ ഒരു വാസനയുണ്ട്. അപ്പോൾ അങ്ങനെ അനേകര് തെറ്റായ ട്രാക്കിലേക്ക് പോകാനായിട്ടുള്ള അവസരം വരും. നമ്മെ സംബന്ധിച്ച് സ്വർഗത്തിലെ ദൈവം തന്ന ബോധ്യങ്ങളിൽ നിന്നുകൊണ്ട് ആ കാര്യങ്ങൾക്കൊക്കെ ഒരു തിരുത്തു കൊണ്ടുവരിക, നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ. അത് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജീവിതത്തിൽ ക്രമീകരണങ്ങളിലേക്ക് വരുവാൻ ആഗ്രഹമുള്ള ആളുകൾ അങ്ങനെ വരട്ടെ. അപ്പം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ പ്രയോജനപ്പെടുമെന്നുള്ളൊരു ചിന്തയിലാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഈ മെസ്സേജുകളെല്ലാം പറയുമ്പോൾ എൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ചിന്ത എന്ന് പറയുന്നത്, ഈ ഞാൻ തന്നെ ഇങ്ങനൊരു വഴിയിലേക്ക് തിരിയാനുണ്ടായ കാര്യമാണ്. ഞാൻ എന്നെ തന്നെയാണ് എപ്പോഴും കാണുന്നത്. എന്നെ തിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ചില ദൈവദാസന്മാരെ കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചു. അവർ നിർദ്ദയം സത്യം പ്രസംഗിച്ചു, ഇടം വലം നോക്കാതെ ഗൗരവമായി കാര്യങ്ങളെ തുറന്നു കൊണ്ടുവന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടപ്പോഴാണ് ഞാൻ വിസ്മയിച്ചു പോയത്. വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്. അന്നത്തെ കാലത്ത് ആ ശുശ്രൂഷകർ അങ്ങനെ കാര്യങ്ങളെ തുറന്നു പറഞ്ഞില്ലെങ്കിൽ, അതായത് ശുദ്ധവും അശുദ്ധവും വേർതിരിച്ചില്ലായിരുന്നെങ്കിൽ, മലിനവും നിർമ്മലവും വേർതിരിച്ചില്ലായിരുന്നെങ്കിൽ, ഒരുപക്ഷെ ഞാൻ ആ ഒരു സാധാരണ പെന്തക്കോസ്ത് ശൈലിയിൽ എല്ലാത്തിനും ആമേൻ പറഞ്ഞ് അങ്ങനെ അങ്ങ് പോയേനെ. ഈ ഭൂമിയിലുള്ള ചപ്പു ചവറിനെയൊക്കെ ഇതെല്ലാം ദൈവാനുഗ്രഹമാണെന്നൊക്കെ ചിന്തിച്ച് ആയുസ് പാഴായി പോയേനെ. എന്നാൽ ദൈവരാജ്യത്തിന്റെ മഹിമയെക്കുറിച്ചും അതിൻ്റെ ആഴങ്ങളെക്കുറിച്ചും ദൈവസഭയെക്കുറിച്ചും ക്രിസ്തുവിനെക്കുറിച്ചും ഒക്കെയുള്ള ആഴമേറിയ വെളിപ്പാടുകളും ബോധ്യങ്ങളിലേക്കും ഒക്കെ സഞ്ചരിക്കാൻ പാകത്തിന് സ്വർഗത്തിലെ ദൈവം എന്നെ തിരിക്കുന്ന സമയമായിരുന്നു അത്. ഞാൻ വിശ്വസിക്കുന്നത് ഈ തലമുറയിൽ എനിക്കും ഒരു ഉത്തരവാദിത്വമുണ്ട്. എൻ്റെ ഉത്തരവാദിത്വം ഞാനും നിറവേറ്റേണ്ടതുണ്ട്. അപ്പം ഞാൻ ഇന്നും ചില സഹോദരിമാരോട് പറയായിരുന്നു, ഒത്തിരി ദൈവദാസന്മാർ അവരുടെ സ്വന്തം കാര്യം നോക്കിക്കൊണ്ട് അവരെല്ലാം ശാന്തമായി സത്യവചനം പ്രസംഗിച്ചു പോകുന്നവരുണ്ട്. ആർക്കും ഒരു ദോഷത്തിനുമില്ല, ഒന്നിനുമില്ല. അവർക്ക് ലഭിക്കപ്പെട്ട സാഹചര്യങ്ങളിലൂടെ അവർ മുന്നോട്ട് പോകുന്നു. അതേസമയം
ഇങ്ങനെയൊക്കെയുള്ള ഈ കാര്യങ്ങളെ നമ്മൾ പ്രസംഗിക്കുകയും അത് പൊതുജന മധ്യത്തിലേക്കൊക്കെ കൊണ്ടുവരുമ്പോൾ ആളുകളുടെ എതിർപ്പുകൾ വരാം, ചീത്ത വിളിക്കും ആളുകൾ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പ്രസംഗിച്ച മെസ്സേജിന്റെ അടിയിലൊക്കെയുള്ള കമന്റ്സ് ഒക്കെ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ സായുജ്യം അടയാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളും ആളുകൾ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ തലവേദനയ്ക്കൊക്കെ പോകണമോ എന്നുള്ളതൊക്കെയാണ് പലരും ചിന്തിക്കുന്നത്. അതിനാണ് ഞാൻ ഇന്ന് ഒരു മറുപടി പറഞ്ഞത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ കടന്നു വരുന്ന എസ്തേറിനെ കുറിച്ചുള്ള ചിന്തയാണ്. ഇസ്രായേൽ ജനം വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. അവരുടെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടുവാൻ വേണ്ടി ഹാമാൻ താൻ ലെവൽ ബെസ്റ്റ് ഉത്സാഹിക്കുന്ന സമയമാണ്. അതൊക്കെ നമുക്കറിയാം. ആ സമയത്ത് എസ്തേറിന്റെ പൊസിഷൻ നമുക്കറിയാമല്ലോ. വസ്തിക്ക് ശേഷം എസ്തേറിനെ രാജ്ഞിയായിട്ട് രാജാവ് ഉയർത്തിയിരിക്കുകയാണ്. അപ്പം രാജസന്നിധിയിലേക്ക് മഹാറാണിക്ക് കടന്നു പോകണമെങ്കിൽ അതിന് അതിൻ്റെതായ ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളും ഒക്കെയുണ്ട്. ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളും ലംഘിച്ചുകൊണ്ട് രാജ്ഞിയാണെങ്കിലും അങ്ങനെ ഓടിക്കതച്ചൊന്നും ചെല്ലാൻ പറ്റില്ല. ഇന്ന് നമ്മുടെ സഹോദരി സഹോദരന്മാരൊക്കെ അവരുടെ കുടുംബജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന പോലെയൊന്നും അല്ല പണ്ട് കാലത്ത് രാജാക്കന്മാരുടെ രീതികൾ എന്ന് പറയുന്നത്. അപ്പം മൊർദെഖായി എസ്തേറിനോട് പറയാണ്, രാജാവിനോട് ഈ കാര്യം നീ ഉണർത്തിക്കണം. അപ്പൊ എസ്തേർ സൂചിപ്പിക്കുന്നുണ്ട് ഇത് തന്റെ സമയമല്ലെന്നുള്ളത്. അവിടെ മൊർദെഖായി പറയുന്നൊരു വാക്കുണ്ട് 4-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തില്, നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും, എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ഇങ്ങനെയുള്ളൊരു കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്, ആർക്കറിയാം. അതാണ് മൊർദെഖായി പറയുന്നത്. തുടക്കത്തിൽ എന്താ പറഞ്ഞത്? നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. നീ പറഞ്ഞില്ലെന്നോർത്തും ദൈവം തന്നെ ജനത്തെ കൈവിടുവൊന്നുമില്ലല്ലോ. പക്ഷെ നിനക്കൊരു അവസരമാണ്. നിന്നെ ഇങ്ങനെ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ജനത്തിനു വേണ്ടി ശബ്ദിക്കാനാണ്. അതിന് എസ്തേർ പറയുന്ന ആ മറുപടി അത് തങ്കലിപികളിൽ എഴുതേണ്ടതാണ്. തങ്കലിപികളിൽ എഴുതേണ്ടതാണ്. ശരിക്കും എല്ലാ പെന്തിക്കോസ് പാസ്റ്റർമാരും അവരുടെ ബെഡ്റൂമിൽ പ്രിന്റ് ചെയ്ത് വെക്കാവുന്ന വാക്യമാണ്. അതായത് അതിന്റെ 16-ാം വാക്യത്തിന്റെ ഒടുവിലേക്ക് വരുമ്പോൾ കാണുന്നത്, പിന്നെ ഞാൻ നിയമപ്രകാരം അല്ലെങ്കിലും രാജാവിന്റെ അടുക്കൽ ചെല്ലും, ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ. ഞാൻ കീഴ്വഴക്കൽ ലംഘിച്ചിട്ടാണെങ്കിലും രാജാവിന്റെ അടുക്കൽ ചെല്ലും. അടുത്ത സെന്റൻസ് ആണ് ഗൗരവമുള്ളത്, ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ എന്ന്. ഇപ്പോൾ നീ മിണ്ടാതിരുന്നാൽ ഈ ജനത്തിന് ഉദ്ധാരണം എവിടെ നിന്ന് വരുമെന്ന്. ഇങ്ങനെ ഒരു കാലത്തിനായിട്ടല്ലയോ നിന്നെ ഈ പൊസിഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ ഇതിന് ചിന്തിക്കുന്നത് എങ്ങനെയാണെന്നറിയാവോ? കാട്ടിൽ ആടിനെ മേയിച്ചുകൊണ്ട് കിടന്ന ദാവീദിനെ ഇങ്ങനെ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവന്നത് ഇസ്രായേൽ ജനത്തെ സംരക്ഷിക്കുവാൻ വേണ്ടിയാണ്. യഹോവയായ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിന് വിരുദ്ധമായ കാര്യങ്ങൾ ദാവീദിന്റെ ഭാഗത്ത് അങ്ങനെ ഉണ്ടായിട്ടില്ല. തന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പരാജയം സംഭവിച്ചു, അതൊക്കെ. അതല്ലാത്ത കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ചിന്തിക്കുമ്പോൾ കാട്ടിൽ ആടിനെ മേയിച്ച് നടന്ന ദാവീദ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് സഹോദരങ്ങളെ ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കത്തെക്കുറിച്ചും ഇതിന്റെ ഒരു ABC എനിക്ക് അറിയില്ലായിരുന്നു നേരെ ജോവിന്. സാധാരണ നസ്രാണികൾക്ക് അറിയാവുന്നത് പോലെയുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ അറിയാമെന്നുള്ളതല്ലാതെ ഇതിന്റെ ഒരു ഗൗരവവും ക്രിസ്ത്യാനിറ്റിയെ കുറിച്ചോ ഒരു ചുക്കും ചുണ്ണാമ്പും എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഈ വിശ്വാസ വഴിയിലേക്ക് വന്നതിന് ശേഷം സ്നാനപ്പെടുന്നതിന് മുമ്പ് എൻ്റെ സ്നാനത്തിന് ആക്കം കൂട്ടിയൊരു സംഭവമാണ്, അല്ലെങ്കിൽ ഞാൻ വേർപാട് അനുഷ്ഠിക്കാനായിട്ട് ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് വരുവാനുണ്ടായ വലിയ കാരണം എന്ന് പറയുന്നത് എബ്രായ ലേഖനം എന്ന് പറയുന്ന പുസ്തകമാണ്. ഞാൻ വിസ്മയിച്ചു പോയി. എൻ്റെ വീട്ടിൽ ബൈബിളുണ്ട്, ഞാൻ ബൈബിൾ വായിച്ചിട്ടുള്ള ആളല്ലേ, എന്നിട്ട് എൻ്റെ കണ്ണിൽ എന്തുകൊണ്ട് എൻ്റെ 30 വയസ്സ് വരെയുള്ള പ്രായത്തിൽ ഇത് ഉടക്കിയില്ല? ഇങ്ങനെ ഒരു ലേഖനം ഇതിനകത്ത് ഉണ്ടെന്നുള്ളത്. 1 അധ്യായം 2 അധ്യായമോ അല്ല, 13 അധ്യായമുണ്ട്. എന്നിട്ട് പോലും എൻ്റെ കൺവെട്ടത്ത് അത് വന്നില്ല. പക്ഷെ ഈ പറയപ്പെട്ട സമയമായപ്പോഴത്തേക്കും ആ പുസ്തകത്തിലെ വാക്യങ്ങളെല്ലാം എൻ്റെ കൺമുമ്പിൽ ഇങ്ങനെ പ്രകാശിച്ചു വന്നു. യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച പരമയാഗത്താൽ ഞാൻ നീതീകരിക്കപ്പെടുകയാണ് വിശ്വാസത്താൽ. ആ രക്തത്താൽ പിന്നീട് എനിക്ക് ശുദ്ധീകരണമുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ അവിടെയാണ് മനസ്സിലാക്കിയത്. ഞാൻ പറഞ്ഞു വരുന്നത്, അത്ര ശൂന്യതയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്ന് അത്യാവശ്യം 5-6 വാക്ക് കൂട്ടി പറയാൻ പാകത്തിന് ഒരു പ്രാപ്തി എനിക്ക് തന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കംഫർട്ട് സോണുകളിൽ മക്കളെ പഠിപ്പിച്ച് ഡോക്ടർ എഞ്ചിനീയർ ആക്കാനും വേണ്ടി വിശ്വാസികളെ കർണരസമാകുമാറുള്ള കാര്യങ്ങളെ കേൾപ്പിച്ച് സുഖിപ്പിച്ചു കൊണ്ട് നടക്കുകയാണെങ്കിൽ
അയ്യോ, എന്നെ പോലെ അരിച്ച മനുഷ്യൻ ഉലകത്തിലുണ്ടാവുമോ? ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നീ മിണ്ടാതിരുന്നാൽ, അതായത് ശുശ്രൂഷകന്മാരെന്ന് അഭിമാനിക്കുന്ന ആളുകളിൽ നിന്ന് തന്നെയാണ് വിശ്വാസി സമൂഹത്തിന് കൺഫ്യൂഷൻ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ പറയുമ്പോൾ സാത്താൻ ഇട്ട് കൊടുക്കുന്നു എന്നൊക്കെ പറയും. സാത്താൻ ഈ മനുഷ്യരെയല്ലേ ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ ബാംഗ്ലൂരിലെ വലിയ അച്ചായി, അദ്ദേഹം ഒരു മെസ്സേജിലൂടെ, ഇന്റർവ്യൂ ആണോ പ്രസംഗമാണോ എന്നൊന്നും എനിക്കറിയില്ല, ഞാൻ കേട്ടതാ, യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിലൂടെ മനുഷ്യന്റെ പാപത്തിനും ശാപത്തിനും ഒരളവിൽ ശമനം വന്നിട്ടുണ്ട്. അതങ്ങനെ പൂർണ്ണമായിട്ടും ശമിച്ചെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിന് വിശേഷാൽ പൂജകളൊക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് വിശേഷാൽ വിടുതൽ കിട്ടുന്നതെന്നുള്ള രീതിയിലാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെ അനവധി കാര്യങ്ങളല്ലേ അങ്ങേര് പറഞ്ഞത്. അങ്ങേരുടെ ആശയങ്ങളെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ടേബിളിലേക്ക് കൊണ്ടുവന്നത്. അപ്പം ഞാൻ ചില പ്രിയപ്പെട്ടവരോട് പറഞ്ഞു, ഞാൻ ഈ ബാംഗ്ലൂർ പട്ടണത്തിൽ പാർക്കാൻ തുടങ്ങിയിട്ട് 10-18 വർഷം കഴിഞ്ഞു. ഞാൻ ഇന്ന് വരെയും ആ പ്രസിദ്ധനായ മനുഷ്യന്റെ വീഡിയോസോ പ്രസംഗങ്ങളെയോ ഒന്നും നിങ്ങളുടെ മുമ്പാകെ അങ്ങനെ കൊണ്ടുവന്നിട്ടില്ല. നമ്മുടെ പല മെസ്സേജുകളുടെ ഇടയിലൊക്കെ അത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്ന മണ്ടത്തരങ്ങൾ, ഉപദേശപ്പെശകൾ, അതൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ വിശുദ്ധ തിരുവെഴുത്ത് തുറന്നുകൊണ്ട് കാര്യങ്ങളുടെ ആഴത്തിലേക്ക് കടന്നുപോയത് കഴിഞ്ഞ ഒരാഴ്ച മാത്രമാണ്. 18 വർഷത്തിനിടയ്ക്കാണെന്ന് ഓർക്കണം. പല സഹോദരങ്ങളും എന്താ ചിന്തിക്കുന്നത്? നമ്മൾ ഇങ്ങനെ വീഡിയോ ഒക്കെ കാണിച്ച് ചെയ്യുമ്പോൾ ആവശ്യമില്ലാത്ത പറയാന്ന്. അങ്ങനെ ചിന്തിക്കല്ലേ. 18 വർഷം ഞാൻ ഈ പട്ടണത്തിൽ പാർത്തിട്ട് ആദ്യമായിട്ടാണ് കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു മെസ്സേജ് പറഞ്ഞത്. അതിനു മുമ്പൊക്കെ നമ്മുടെ മെസ്സേജുകളുടെ ഇടയിൽ എന്തെങ്കിലും 2 മിനിറ്റോ 1 മിനിറ്റോ ഒക്കെ പറയുമെന്നേ ഉള്ളൂ, അത്രമാത്രം. അപ്പോൾ ഇങ്ങനെയൊരു സമയം വന്നിരിക്കുന്ന ഈ കാലത്ത് അനേകര് കൺഫ്യൂഷനിലേക്ക് പോകുന്നൊരു സമയത്ത് അതങ്ങനെയല്ല എന്ന് തീർച്ചമൂർച്ചയോടുകൂടി പറയാനാണ് എൻ്റെ തലയിൽ അഭിഷേകതയിൽ ഒഴിച്ചിരിക്കുന്നത്. മിണ്ടാതിരിക്കാനല്ല. മിണ്ടാതിരുന്നിട്ട് കിട്ടുന്ന ലാഭമൊന്നും വേണ്ട. നമ്മൾ ഉപദേശ പെശകുകളെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഏതെങ്കിലും ഒരു ശുശ്രൂഷകൻ തന്നെ വചന ശുശ്രൂഷിക്കുമ്പോഴോ സംസാരിക്കുമ്പോഴോ, അതായത് ശരിയായൊരു വ്യാഖ്യാനമല്ലാതെ തെറ്റായൊരു കാര്യമൊക്കെയാ പറയുന്നതെങ്കിലും നമ്മൾ അതിലൊന്നും തലയിടാൻ പോകാറില്ല. നമ്മളെല്ലാം മനുഷ്യരാണ്, എല്ലാവർക്കും തെറ്റുകുറ്റങ്ങൾ സംഭവിക്കാം. അങ്ങനെ ആരുടെയെങ്കിലും പ്രസംഗത്തിന്റെ ഏതെങ്കിലും ഒരു തുമ്പെടുത്തുകൊണ്ട് വന്നിട്ട് അവരെ കൊച്ചാക്കാനോ അവമാനിക്കാനോ ഒന്നും ഒരിക്കലും നമ്മൾ ആരും ശ്രമിക്കാറില്ല. അങ്ങനെ ഒരു രീതി നമുക്കില്ല. അതേ സമയത്ത് മനുഷ്യനെ തലകീഴായി മറിക്കുന്ന ഉപദേശങ്ങളുണ്ടല്ലോ, അവനെ തകർത്ത് കളയുന്ന, ദൈവസഭയുടെ മഹിമയെ തകർത്തു കളയുന്ന ആശയങ്ങൾ, അത്തരം ആശയങ്ങളെയാണ് നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്. അതായത് കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മൾ ഇങ്ങനെയുള്ള ഒത്തിരി പേരെ വാച്ച് ചെയ്യുന്നുണ്ട്, വിവേചിക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. എഫേസ്യ സഭ മാത്രമല്ലെന്നേ, നമ്മളും ശ്രദ്ധിക്കുന്നുണ്ട്. എഫേസ്യ സഭ ശ്രദ്ധിച്ചപ്പോൾ അവർ കള്ളയ അപ്പോസ്തലന്മാരെ കണ്ടെത്തിയതുപോലെ ഈ കാലഘട്ടത്തിൽ അനേകര് ജഡത്തിൽ നിപതിച്ച് തെറ്റായ ട്രാക്കുകളിലൂടെ സഞ്ചരിച്ച് ലോകത്തിന്റെ ഏജന്റുമാരായിട്ടുണ്ട്. അത്തരക്കാര് വേലി പൊളിക്കും, തോട്ടത്തിൽ കടന്ന് തോട്ടത്തിലെ വിളകൾ നശിപ്പിക്കും. അതിനിടവരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. അതിനിടയിൽ ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ വന്നത് ഇങ്ങനെയാ കേട്ടോ. അതായത് ചില പ്രസിദ്ധമായ മെഡിസിൻ കമ്പനികളുണ്ട്, മരുന്ന് കമ്പനികൾ എന്ന് പറയും. ഇവർ മാർക്കറ്റിലേക്ക് വിടുന്ന മെഡിസിൻസ് ഉണ്ട്, അതായത് ടാബ്ലറ്റ്സും മറ്റ് സിറപ്പുകളും അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ. അതൊക്കെ ചില സമയത്ത് പാളിപ്പോകാറുണ്ട്. അതൊക്കെ പാളിപ്പോകുമ്പോൾ അതാത് സ്ഥലത്തെ ഗവൺമെന്റുകൾ ആ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ കമ്പനികളുടെ മെഡിസിനുകളൊക്കെ അതിൻ്റെ ചേരുവകളൊക്കെ തെറ്റായി പോയിട്ടോ എങ്ങനെയൊക്കെയോ അത് ക്വാളിറ്റി ഇല്ലാത്ത മെഡിസിൻസ് ആയിട്ട്, അല്ലെങ്കിൽ ചില മെഡിസിൻസ് അപകടകരമായ രീതിയിലേക്ക് അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾക്ക് അപകടം ഉണ്ടാവും എന്ന തലത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഗവൺമെന്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഗവൺമെന്റ് അനൗൺസ് ചെയ്യും, ഇന്ന ബാച്ചിലെ ഇത്ര നമ്പർ ലോട്ട് ഇന്നിന്ന മെഡിസിൻസ് ഇമ്മീഡിയറ്റ് തിരിച്ചു വിളിക്കണം. എന്നിട്ട് പബ്ലിക്കിനോട് പറയാതെ ആരും തൊട്ടുപോകരുത്, യൂസ് ചെയ്യരുതെന്ന്. അങ്ങനെയൊക്കെ ഗവൺമെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെഡിസിൻ കമ്പനിക്ക് അവരുടെ ബിസിനസിനെ ബാധിക്കും, അവരുടെ അഭിമാനത്തിന് ക്ഷതം ഉണ്ടാകും, അവരുടെ സൽപ്പേരിന് കളങ്കം ഉണ്ടാകില്ലേ? സൗരങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ശരിക്കും ഗവൺമെന്റ് അത് ഒതുക്കി തീർക്കുകയല്ലേ വേണ്ടത്? ഏതായാലും പറ്റിപ്പോയി, കുറച്ച് ആൾക്കാർ തിന്നുവാണെങ്കിൽ തിന്നട്ടെ. അങ്ങനെ ഒരു ഗവൺമെന്റിന് ചിന്തിക്കാൻ പറ്റുമോ?
പ്രജാക്ഷേമത്തെക്കുറിച്ച് ബോധ്യമുള്ളൊരു ഗവൺമെന്റിന് അങ്ങനെ ഒരു ചിന്തയിലേക്ക് പോകാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല. തങ്ങളുടെ പ്രജകളുടെ ക്ഷേമത്തെക്കുറിച്ച് ചിന്തയുള്ളൊരു ഭരണാധികാരിക്ക് കണ്ണടയ്ക്കാൻ പറ്റത്തില്ല. അവരങ്ങനെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കും. അത്രയേ നമ്മളും ചെയ്യുന്നുള്ളൂ, വേറെ കഥയൊന്നുമില്ല. ചില ലോട്ട് ശരിയല്ല, ചില ബാച്ച് ശരിയല്ല. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലൂടെ സമ്പൂർണ്ണ വിടുതലില്ല എന്ന് ഒരുവൻ പറഞ്ഞാൽ അവനെ പോലെ പമ്പര വിട്ടി വേറെ ആരും ഇല്ലെന്നല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ പറയുന്നവരെ തൂക്കിക്കൊല്ലണമെന്ന് നമ്മൾ പറഞ്ഞോ? അവരുടെ ആ സ്ഥാപനം അടിച്ചു തകർക്കണമെന്നോ അവിടെ ബോംബിടണമെന്നോ ഒന്നും നമ്മൾ പറഞ്ഞില്ല. അങ്ങനെ പറയുന്നവന്റെ തലയ്ക്ക് ഓളം ഉണ്ടെന്ന് മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ. കാരണം നമ്മൾ ക്രൂശ് അടുത്ത് നിന്ന് കണ്ട മനുഷ്യരാണ്. ഇങ്ങനെ പറയുന്നവരുടെ ആശയത്തെ ഖണ്ഡിക്കാൻ വേണ്ടിയിട്ടാണ് സ്വർഗത്തിലെ ദൈവം നമുക്ക് വെളിപ്പാട് തന്നിരിക്കുന്നത്. ക്രൂശിന്റെ ആഴങ്ങളൊക്കെ നമുക്ക് വെളിപ്പെടുത്തി തന്ന എന്തിനാ? പൊതിഞ്ഞു കെട്ടി സൂക്ഷിച്ചു വെച്ചേക്കാനാണോ? അത് പൊതിഞ്ഞു കെട്ടി വെക്കാനല്ല, അത് വ്യയം ചെയ്യണം. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് പ്രയോജനപ്പെടണം. നിശ്ചയമായി അത് പ്രയോജനപ്പെടണം. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറയുന്നത്. ഒരുപക്ഷെ എല്ലാ ശുശ്രൂഷകന്മാർക്കും ഇങ്ങനെ പറയാനായിട്ട് സാധിക്കില്ലായിരിക്കാം. ഞാനോ ഏതായാലും ചാവേറായിട്ട് ഇറങ്ങി നിൽക്കുക. എസ്തേറാണ് എൻ്റെ കൂട്ടുകാരി, ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ, അത്രയേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ പ്രസംഗിച്ചാൽ ഒരു മനുഷ്യൻ നമ്മളെ ഒരു ശുശ്രൂഷയ്ക്ക് വിളിക്കില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആർക്ക് വേണമെന്ന് ഇതൊക്കെ? ജീവിക്കുന്ന ഒരു ദിവസമാണെങ്കിൽ ആ ഒരു ദിവസം പുലിയെ പോലെ ജീവിക്കുക, പൂച്ചയെ പോലെ 1000 കൊല്ലം ജീവിച്ചിട്ട് എന്നാ കാര്യം? ജീവിക്കുന്നിടത്തോളം കാലം സത്യത്തിനും നീതിക്കും ന്യായത്തിനും വേണ്ടി നിൽക്കുക. അല്ലാതെ കള്ളിനും ചക്കരയ്ക്കും ചെത്തുക എന്നൊരു ചൊല്ലുണ്ട് നമ്മുടെ നാട്ടില്. എന്തിനെങ്കിലും വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറിയുന്ന ഒരു രീതിയല്ല ഒരു ശുശ്രൂഷകരിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. അവന്റെ വാക്കുകൾ ഉവ്വെന്ന് പറഞ്ഞാൽ ഉവ്വെന്നായിരിക്കണം. യെസ്, അങ്ങനെ തന്നെയാ. അവൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ സ്ഥാനപതിയാണ്, ഈ ഭൂമിയിലെ അംബാസിഡറാണ്. ആ തലയെടുപ്പോട് കൂടിയായിരിക്കണം അവൻ എവിടെയും ആയിരിക്കേണ്ടത്. ആ തലയെടുപ്പോട് കൂടി കുനിഞ്ഞു നിൽക്കരുതെന്ന്, അശേഷം കുനിഞ്ഞു നിൽക്കരുത്, എവിടെയും തലചൊറിഞ്ഞ് നിൽക്കരുത്. അവൻ സ്വർഗത്തിന്റെ പ്രതിനിധിയാണ്. ചിലപ്പോൾ ഉടുതുണിക്ക് മറുതുണിയൊന്നും ഉണ്ടായിരിക്കില്ല, യാത്ര ഇമ്പാല കാറിലൊന്നും ആയിരിക്കില്ല. പക്ഷേ അവൻ ആരെന്ന് മനസ്സിലാക്കണം. സ്വർഗത്തിനും ഭൂമിക്കും അധികാരിയായവന്റെ ദാസനാണ്. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ വാത്സല്യ സഹോദരങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരികയാണ്. അതായത് കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ മെസ്സേജിനകത്ത് നമ്മൾ ഈ മെഗാ ചർച്ച് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ ചെറുതായിട്ടൊന്ന് തൊട്ടിരുന്നു. കാര്യമായിട്ടൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും അത്യാവശ്യം പറഞ്ഞിരുന്നു. മെഗാ ചർച്ച് എന്ന് പറഞ്ഞാൽ അവിടെ ആൾക്കൂട്ടമാണ്, വെറും ആൾക്കൂട്ടം മാത്രം. അവിടുത്തെ ശുശ്രൂഷകന്മാർക്ക് അവരിൽ ഓരോരുത്തരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് അവരെ പണിതൊരുക്കുക എന്ന് പറയുന്ന ഒരു ചിന്തയൊന്നുമില്ല. അവർ ലോകത്തിന് മുമ്പാകെ അനൗൺസ് ചെയ്യുന്ന കാര്യം ഇത്രയേ ഉള്ളൂ: ഞങ്ങളാണ് നമ്പർ 1, ഞങ്ങളാണ് 1ാം സ്ഥാനത്ത്. ഇവിടെയാണ് 30,000 എന്ന് പറയുമ്പോൾ മറ്റേ കൂട്ടർ പറയും ഞങ്ങളുടെ അടുത്ത് 40,000 എന്ന് പറയും. അപ്പൊ ഇവർ പറയും ഞങ്ങളുടെ അടുത്ത് 45,000 ഉണ്ടെന്ന് പറയും. ഇങ്ങനെ ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവരൊക്കെ. എന്നാൽ ആളുകളുണ്ട് കേട്ടോ അവിടെയൊക്കെ. എന്നാൽ അവിടെയൊക്കെ കുറേയൊക്കെ ആളുകളുണ്ട്. ഇവർ പറയുന്ന അത്രയും സംഖ്യ അവിടെ ഇല്ലെന്നേ ഉള്ളൂ. കാരണം അവിടെ ഇട്ടിരിക്കുന്ന കസേര ഇത്രയേ ഉള്ളൂ. 2500 കസേരയിൽ 4000 പേര് ഇരിക്കുമോ എനിക്കറിയില്ല. അങ്ങനെ ട്രെയിനിലൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഊരെ ഇച്ചിരി അങ്ങ് തള്ളി വെച്ചേ, ഈ അച്ചായനും കൂടെ ഒന്ന് ഇരിക്കട്ടെ എന്നൊക്കെ പറയാം. ഇവിടെ അങ്ങനെ ഇരിക്കാൻ പറ്റുമോ? ഈ പ്ലാസ്റ്റിക് കസേരയിൽ അതിൽ ഒരാൾക്ക് കട്ടി ഇരിക്കാൻ പറ്റുള്ളൂ. അമ്മയും കുഞ്ഞും കൂടെ വന്നു കഴിഞ്ഞാൽ കുഞ്ഞിനെ അമ്മയ്ക്ക് മടിയിൽ വെക്കാം. അതല്ലാതെ 2500 കസേരയിൽ 4000 പേര് ഇരിക്കില്ല. അപ്പോൾ അടുത്ത സെഷനിൽ 2500 പേരും കൂടെ വരികയാണല്ലോ, വന്നാൽ 5000 അല്ലേ ആവുള്ളൂ. അത് 15,000 ആകില്ലല്ലോ. 2500 പ്ലസ് 2500 എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചിരിക്കുന്ന 5000. അതിന് 10,000 എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ കണക്ക് എപ്പോഴും കൃത്യമായിരിക്കണം. 2501 എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല എൻ്റെ ഉദ്ദേശി. കാരണം 2500 കസേരയെ ഇട്ടിട്ടുള്ളൂ. പിന്നെ എന്തർത്ഥത്തിലാണ് 2501 യേശു ക്രിസ്തു പറയോ? അവന്റെ അപ്പസ്തോലന്മാര് പറയോ? 2550 അല്ല, 2501 എന്നാ ഞാൻ പറഞ്ഞത്. അഡീഷണൽ ആയിട്ട് ഞാൻ ഒരു കസേരയാ കൂട്ടി പറഞ്ഞത്. അങ്ങനെ യേശു ക്രിസ്തു പറയുമെന്ന് ചിന്തിച്ചേ. പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് ഉള്ളവൻ അങ്ങനെ പറയോ? ചുമ്മാ കൊട്ടക്കമതി പറയോ? ഇവിടെ 10,000 5000 എന്നൊക്കെ പറയോ? അവരവർക്കറിയാം എത്ര കസേര അവിടെ ഉള്ളൂ എന്ന്. അപ്പൊ പല വ്യാജങ്ങളാണ് നടക്കുന്നത്. വ്യാജങ്ങൾ.
ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്ന അതൊന്നുമല്ല. ഇങ്ങനെയുള്ള കൂട്ടങ്ങളിലൊക്കെയുള്ള ആളുകൾ അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളെ നേരിടുമ്പോൾ, കൊടുങ്കാറ്റുകൾ അടിക്കുമ്പോൾ പകച്ചു പോകുന്നവരാണ്. അവരെ ആ നിലയിൽ ട്രെയിൻ ചെയ്തിട്ടില്ലെന്നേ. അവരുടെ അടിസ്ഥാനം തന്നെ തെറ്റാണ്. ഇവിടെയൊക്കെ കൂടുന്ന ജനത്തിന്റെ അടിസ്ഥാനം തന്നെ ഇല്ല. അടിസ്ഥാനം എന്ന് പറയണമെങ്കിൽ അടിസ്ഥാനം വേണ്ടേ? അടിസ്ഥാനമൊന്നുമില്ല. അവരൊക്കെ അപ്പൂപ്പൻ താടി പോലെ ഇങ്ങനെ 10 മണിയാകുമ്പോൾ പറന്നു വരുന്നു, 1 മണിയാകുമ്പോൾ അപ്പൂപ്പൻ താടി പറന്നു പോകും. അത്രയൊക്കെ ഉള്ളൂ. അതല്ലാതെ ഏത് കൊടുങ്കാറ്റിനെയും ഏത് പേമാരിയെയും നേരിടാൻ പാകത്തിന് അവരെയൊന്നും ആ നിലയിൽ സജ്ജമാക്കുന്നില്ല. നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഏത് കൊടുങ്കാറ്റിനെയും ഫേസ് ചെയ്യാൻ പാകത്തിന്, ഏത് മരുഭൂമിയുടെ അനുഭവത്തിലൂടെയും പോകേണ്ടി വന്നാൽ പോകാൻ പാകത്തിനൊരു കൂട്ടത്തെ സജ്ജമാക്കുക എന്നുള്ളതാണ്. ഞാൻ തുടക്കത്തിലൊരു സൂചന പറഞ്ഞില്ലേ പ്രിയരെ? നമ്മുടെ വാത്സല്യ സഹോദരി ബ്ലസ്സിയുടെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ, അദ്ദേഹത്തിന് വെറും 42 വയസ്സേ ഉള്ളൂ. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ആ വാത്സല്യ സഹോദരൻ, അദ്ദേഹം ഒരു എഞ്ചിനീയർ ആണെന്നുള്ളതാണ് എൻ്റെ അറിവ്, അദ്ദേഹം ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. കാർഡിയാക് അറസ്റ്റ് ആയിരുന്നു. തനിക്ക് 10-12 വയസ്സുള്ള ഒരു കുഞ്ഞു മാത്രമേ ഉള്ളൂ. അവരെന്നല്ല അവരുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഇങ്ങനൊരു കാര്യം നടക്കുമെന്ന്? നമ്മളെപ്പോഴും നമ്മുടെ മെസ്സേജുകളിലൂടെ പ്രിയപ്പെട്ടവരോട് പറയുന്ന കാര്യം എന്നാ? ഒരു ശുശ്രൂഷകൻ തൻ്റെ ജനത്തെ കർത്താവ് യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിന് വേണ്ടിയല്ല ഒരുക്കേണ്ടത്. മടങ്ങിവരവ് എപ്പോഴാണെന്നൊന്നും നമുക്കറിയില്ല. അതിന് എത്ര മാസം എടുക്കും, എത്ര ആഴ്ച എടുക്കുമെന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ മരണം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അത് എപ്പോൾ വേണേലും സംഭവിക്കാം. അപ്പോൾ ഏത് സമയത്തും പോകാൻ പാകത്തിന് റെഡി ആയിരിക്കണം, അല്ലേ? അപ്പോൾ ഏത് സമയത്തും വിശുദ്ധന്മാർ പോകാൻ പാകത്തിന് റെഡി ആയിരിക്കണം. അതാണ് ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത്. നിങ്ങൾ ഈ മെഗാ ചർച്ചിലെ ഉപദേശിയൊക്കെ പറയുന്നത് വെച്ചിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന മണ്ടത്തരമായിട്ട് വരും. നമ്മൾ ചില സമയത്തൊക്കെ കേട്ടിട്ടില്ലേ, ചില നീതിമാന്മാരായ ഭരണകർത്താക്കള് അവർ ഭരിക്കാൻ കയറുമ്പോൾ അവരുടെ റിസൈൻ ലെറ്റർ പോക്കറ്റിലിട്ടിട്ട്, രാജിക്കത്തെ പോക്കറ്റിലിട്ടിട്ടാ ഭരിക്കാൻ വരുന്നതെന്ന്. അവർ കോംപ്രമൈസ് ചെയ്യില്ലെന്നേ. അവരൊന്നിനോടും കോംപ്രമൈസ് ചെയ്യില്ല. അവർ സത്യം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറില്ല. അങ്ങനെ വരുമ്പോൾ അവർക്ക് പല കാര്യത്തിലും മുൻപോട്ട് പോകാൻ പറ്റാതെ വരും. അപ്പൊ രാജിക്കത്ത് എഴുതാൻ വേണ്ടി സമയം കളയാനില്ല. അത് നേരത്തെ അങ്ങ് എഴുതി വെച്ചുകൊണ്ട് തന്നെ ഭരിക്കാൻ കയറാമല്ലോ. അതുപോലെ തന്നെ ചില പോലീസ് ഓഫീസേഴ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അവർ നേരം വെളുത്ത് എഴുന്നേറ്റ് വരുമ്പോൾ ഇന്ന് ട്രാൻസ്ഫർ ഉണ്ടോ ഇല്ലയോ അങ്ങനെയുള്ള രീതിയിൽ എഴുന്നേറ്റ് വരുന്നവരുണ്ട്. എന്ന് വെച്ചാൽ അവർ സത്യസന്ധരാണ്. അവർ ഗവൺമെന്റിന്റെ തെറ്റായ കാര്യങ്ങൾക്ക് കൂട്ടു നിൽക്കില്ല, അല്ലെങ്കിൽ മറ്റ് സഹപ്രവർത്തകരുടെ തെറ്റായ കാര്യത്തിന് കൂട്ടു നിൽക്കില്ല. അഴിമതിയുടെ കറ ലെവലേശോ അവരുടെ ജീവിതത്തിലില്ല. അങ്ങനെയൊക്കെയുള്ള ആളുകളെ സംബന്ധിച്ച് സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, പാറപ്പിച്ച് കളയും. അവരാ കാര്യത്തിൽ ബോധവാന്മാരാണെന്നീ, എപ്പോൾ വേണേലും സംഭവിക്കാം. അങ്ങനെയെങ്കിൽ വിശുദ്ധന്മാരോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചു നോക്കിയേ. ഈ മരിച്ച സഹോദരൻ നമ്മൾ ഈ പറയുന്ന ആശയങ്ങളോ ഉപദേശങ്ങളോ ദൈവവിശ്വാസത്തെ കുറിച്ച് പോലും അദ്ദേഹത്തിന്റെ ചിന്ത എത്രത്തോളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹ്രസ്വമാണെന്നുള്ള രീതിയിൽ തന്നെയാണ് എൻ്റെ ഒരു ബോധ്യം. കൂടുതൽ എനിക്ക് പറയാനായിട്ട് കഴിയില്ല, എങ്കിലും എൻ്റെ ചെറിയ ബോധ്യം വെച്ചാ പറയുന്നത്. വേറൊരു പെൺകുട്ടി 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇതുപോലെ കാർഡിയാക് അറസ്റ്റ് കഴിഞ്ഞ ദിവസം ഉണ്ടായ കാര്യം പറഞ്ഞില്ലേ? ഇങ്ങനെ ലോകത്തിൽ എവിടെയെല്ലാം എന്തെല്ലാം നടക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള ന്യൂസുകൾ ഇടയ്ക്ക് നമ്മളൊക്കെ കേൾക്കും. അപ്പൊ ഏത് സമയത്തും പോകാൻ പാകത്തിന് നമ്മൾ തയ്യാറായിരിക്കുക എന്നോർത്ത് രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴും രാത്രി കിടക്കാൻ പോകുമ്പോഴും ഞാനിപ്പോൾ ചാകാൻ പോവാണേ എന്നൊന്നും പറഞ്ഞല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. ഇത് ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു ബോധ്യമാണ്. ടിക്കറ്റ് എല്ലാം ഓക്കെയാണ്, സകല കാര്യങ്ങളും ഓക്കെയാണ്. കളവണ്ടിയൊന്നും കയറി പോകേണ്ടി വരില്ല. വണ്ടി വന്നാൽ നമ്മൾ തലക്ഷണം കയറിയിരിക്കും. അല്ലാതെ ഇപ്പൊ എന്താ പറയുക ഇതിനെക്കുറിച്ച്? അപ്പൊ അലക്ഷ്യമായി നടന്നിട്ട് പിന്നീട് എപ്പോഴെങ്കിലും ഭക്തിക്കൊത്ത ജീവിതം നയിക്കാം. എനിക്കിപ്പോ 42 വയസ്സല്ലേ ആയിട്ടുള്ളൂ. ഞാൻ കുറച്ചും കൂടിയൊക്കെ ഇങ്ങനെ എല്ലാമൊക്കെ ഒന്ന് ആസ്വദിക്കട്ടെ. അങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞ് എത്ര പേരാന്നറിയാവോ? ഒത്തിരി പേരുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞവര്. പാസ്റ്റർ നിങ്ങളുടെ പ്രായമല്ല എനിക്ക് പ്രായമൊന്നും അത്ര ആയിട്ടില്ലെന്നൊക്കെ. ആ പറഞ്ഞവനേക്കാളും പ്രായം കുറഞ്ഞവർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടിട്ടിരിക്കുകയെന്ന് ഓർക്കണം. നമുക്കാർക്കും അറിയില്ല അടുത്ത ക്ഷണത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന്.
അപ്പൊ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് ആഴത്തിലുള്ള ബോധ്യങ്ങളില്ല പലർക്കും. അതാണ് ഏറ്റവും വലിയ വിഷയം. ഞാൻ ഇടയ്ക്ക് പറഞ്ഞതിൽ നിന്ന് ഒരു അല്പം അങ്ങോട്ട് മാറിയെങ്കിലും പറഞ്ഞു വന്ന കാതലായ കാര്യം എന്താ? ഏത് കൊടുങ്കാറ്റിനെയും നേരിടുവാൻ പാകത്തിന്, ഏത് പേമാരിയെയും ഏത് അലമാലകളെയും മറികടക്കുമാർ ദൈവകൃപയിൽ ആശ്രയിച്ചൊരു അഭിഷേകത്തിൽ നിൽക്കുന്ന ഒരു കൂട്ടത്തെയാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. കാരണം നമ്മുടെ കർത്താവ് മുന്നമേ പറഞ്ഞു വെച്ചിരിക്കുകയാണ്, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. അത് തന്നെയല്ല നമ്മുടെ വിശുദ്ധ അപ്പോസ്തലന്മാർ എന്താ പറയുന്നത്? നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതാണ്. വിശ്വാസത്തിന് പരിശോധനയുണ്ട്. നിങ്ങൾ നാനാ പരീക്ഷകളിലൂടെ കടന്നു പോകേണ്ടി വരും. മറ്റൊരു അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കരോടുള്ള ബന്ധത്തിൽ പറഞ്ഞ് കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചു, ഞങ്ങൾ നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ മുമ്പ് കൂട്ടി പറഞ്ഞിരുന്നു നാം കഷ്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമെന്ന്. അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു. എന്നിട്ടും നിങ്ങൾ ആരും കുലുങ്ങിപ്പോയില്ല. നിങ്ങളെ ധൈര്യപ്പെടുത്തുവാനും ബലപ്പെടുത്തുവാനും വേണ്ടി കർത്താവിന്റെ ദാസൻ തിമോഥെയോസിനെ നിങ്ങളുടെ അടുക്കിലേക്ക് അയച്ചിരിക്കുകയാണ്. നിങ്ങൾ ആരും കുലുങ്ങിപ്പോയില്ലെന്ന്. അപ്പൊ കുലുങ്ങാനുള്ള സാധ്യതയുണ്ട്. ചില കാര്യങ്ങൾ മനുഷ്യന് താങ്ങാൻ കഴിയില്ല. അതാണ് മനുഷ്യ മനസ്സിന്റെ ഒരു സങ്കീർണത. അതൊരു സബ്ജക്റ്റ് തന്നെയാണ്, മനുഷ്യ മനസ്സിന്റെ ഒരു സങ്കീർണത എന്ന് പറയുന്നത്. ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ പെട്ടെന്ന് ഷോക്ക് ഉണ്ടാവും ആളുകൾക്ക്. അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ പോകും. 30 വയസ്സിൽ 40 വയസ്സിൽ പ്രിയപ്പെട്ടവൻ, പ്രിയപ്പെട്ടവൾ, മക്കൾ, അത് താങ്ങുന്ന എങ്ങനെയാ? ഒരു സാധാരണ മനുഷ്യനതൊന്നും താങ്ങാൻ കഴിയില്ല. പക്ഷെ നമ്മൾ കഴിഞ്ഞ നാളുകളിലെല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ എന്താ? ഈ വക കാര്യങ്ങളൊക്കെ എപ്പോ വേണേലും സംഭവിക്കാം. അഗ്നിശോധനയെങ്കിലും ഒരു അപൂർവ കാര്യം എപ്പോ വരുമെന്നൊന്നും നമുക്കറിയില്ല. അതൊന്നും നമുക്കറിയില്ല. നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, നമ്മുടെ ദൈവം ശോധന ചെയ്യുന്ന ദൈവമാണ്. ഹൃദയങ്ങളെ ശോധന ചെയ്യും, നമ്മെ പരിശോധിക്കും. അപ്പൊ ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടങ്ങൾ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് ശാപത്തിന്റെ ലക്ഷണമാണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് മറുപടി പറയും? വിശ്വാസത്തിന്റെ പരിശോധനകളിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ, കഠിനമായ ശോധനകളിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ വിശുദ്ധന്മാരോട് ആ കാര്യം ധരിപ്പിക്കണ്ടേ? അത് ശാപത്തിന്റെ ലക്ഷണമാണെന്ന് ഒരുവൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെയല്ലെന്ന് പറയാനുള്ള ആർജവം നമ്മൾ കാണിക്കണ്ടേ? നമ്മുടെ കയ്യിൽ എഴുതപ്പെട്ട പുസ്തകം ഇരിക്കുകയല്ലേ? കൃത്യമായിട്ടാണ് അപ്പോസ്തലന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. വിശ്വാസം പരിശോധിപ്പിക്കപ്പെടും. നമ്മുടെ മുമ്പിൽ പരീക്ഷയുടെ സാഹചര്യങ്ങൾ കടന്നു വരും. അതിലൂടെയെല്ലാം കടന്നു പോകണമെങ്കിൽ നമ്മൾ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കണം. നാം വചനത്തിൽ നിലനിൽക്കണം. നാം സത്യവചനത്തിൽ രസിക്കുന്നവരായിരിക്കണം. ഇവിടെ കെട്ടുകഥകളും നിർമ്മിത കഥകളും ഒക്കെ പറയുന്ന ധാരാളം പേരുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മോട്ടിവേഷൻ ഒത്തിരി പേരുണ്ടെന്ന്. പോസിറ്റീവ് തിങ്കിങ്ങുമായിട്ട് നടക്കുന്ന ഉപദേശിമാരെ തട്ടിയിട്ട് അയ്യോ എന്തുമാത്രമാ. രാവിലെ ഷോർട്ട് മെസ്സേജുകൾ ഇങ്ങനെ അയക്കും അവര്, മകളെയും മകനെയും എന്നൊക്കെ പറഞ്ഞ്. ഇപ്പൊ ഞാൻ ഈ പറയുന്ന കേൾക്കുമ്പോൾ നിങ്ങൾ പലർക്കും തോന്നും, അയ്യോ അവര് ജനത്തെ ആശ്വസിപ്പിക്കുകയല്ലേ എന്ന്. ആരെയാ? പെന്തക്കോസി വന്നിട്ട് 60 കൊല്ലമായ അമ്മാമേനെയാണ് ഈ വിദ്വാൻ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പെന്തക്കോസി വന്നിട്ട് നൂറ്റാണ്ടുകളായ അമ്മാമ്മ ഈ പുള്ളിക്കാരന്റെ ആശ്വാസ വചനങ്ങൾ രാവിലെ പുള്ളിയുടെ ഷോർട്സ് മെസ്സേജുകൾ ഇങ്ങനെ കേൾക്കുകയാണ്. ഈ കൊച്ചമ്മ കാലാളുകളോടുകൂടെ ഓടിയിട്ട് ഇങ്ങനെയാണെങ്കിൽ യോർദാന്റെ വൻകാട്ടിൽ എന്തായിരിക്കും കൊച്ചമ്മയുടെ അവസ്ഥ? മെഗാ ചർച്ചുകാരും ഈ പോസിറ്റീവ് തിങ്കിങ്ങുകാരും ഈ കമ്പാഷൻ വഴിഞ്ഞൊഴുകുന്ന ഉപദേശിമാരും ഹൈലി ഇമോഷണൽ പ്രീച്ചേഴ്സായ ഈ സോഷ്യൽ മീഡിയ പ്രീച്ചേഴ്സ് ഒത്തിരി പേരുണ്ട്. അവരൊക്കെ അവരുടെ ആളുകളെ അവരുടെ ദേഹിയെ ചലിപ്പിച്ചുകൊണ്ട് സുഖിപ്പിച്ചുകൊണ്ട് അങ്ങനെ പോകുന്നു എന്നേ ഉള്ളൂ. അവരുടെ ദേഹിക്ക് താൽക്കാലികമായ ഒരു സുഖം കൊടുക്കും. പൗലോസ് പറയുന്ന പോലെ ചിന്തയില്ലാത്ത പെണ്ണുങ്ങൾക്ക് കുറച്ചു നേരത്തേക്കൊരു ആശ്വാസമായിരിക്കും. അയ്യോ എൻ്റെ വാക്കുകളൊന്നും അല്ല കേട്ടോ, നീ അതേ കയറി പിടിച്ചേക്കരുത്. എന്തെങ്കിലും കേസും കൂട്ടവും കാര്യങ്ങളുണ്ടെങ്കിൽ പൗലോസിന്റെ പേരിൽ ആദ്യം കൊടുക്കണം. അല്ല, പൗലോസിനേക്കാളും മുമ്പ് യശയാവിന്റെ പേരിൽ കൊടുക്കണം. പുള്ളിക്കാരനും അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. രണ്ടാമത് പൗലോസിന്റെ പേരിൽ കൊടുക്കുക, മൂന്നാമത് എൻ്റെ പേരിൽ കൊടുത്തോ കുഴപ്പമില്ല, ഒന്നാമത് എൻ്റെ പേരിൽ കൊടുക്കരുത്. അതായത് നെല്ലും പതിരും വേർതിരിച്ച് അറിയാൻ കഴിയുന്നില്ലെന്നേ പലർക്കും. അതായത് നെല്ലും പതിരും ഇവർക്ക് വേർതിരിച്ച് കിട്ടുന്നില്ല. ഈ അടുത്തിടയ്ക്ക് ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇങ്ങനെ കണ്ടു. ഈ കച്ചറ പിച്ചറ വീഡിയോസൊക്കെ നമ്മുടെ ഈ ഇന്റർനെറ്റ് വഴിയൊക്കെ വരും. ചില സമയത്ത് നമ്മളിത് എന്നാന്നറിയാൻ വേണ്ടിയിട്ട് തുറന്നു നോക്കും.
തുറന്നു നോക്കുമ്പോൾ ഒരു പെൺകുട്ടി, ഒരു ആങ്കർ, അവളൊരു മൈക്കും പിടിച്ചോണ്ട് എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ കുറേ യുവ സുന്ദരിമാരുടെ നടുവിൽ ഇങ്ങനെ കോലും നീട്ടി പിടിച്ചുകൊണ്ട് നിൽക്കുക. എന്നിട്ട് അവരുടെ മുമ്പിൽ ഒരു ഫോട്ടോ കാണിക്കുകയാണ്. ആ ഫോട്ടോ കാണിച്ചിട്ട് ഇതാരാന്ന് ചോദിക്കുക. ഫോട്ടോയിലുള്ളത് ശ്രീമതി സോണിയാഗാന്ധിയാണ്. അവർ പറഞ്ഞു ഏതോ സിനിമാ നടിയുടെ പേരൊരുത്തി പറഞ്ഞു, വേറൊരുത്തി വേറെ ഏതാണ്ടൊക്കെ പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരും പറഞ്ഞു. അവിടെ കൂടി നിന്ന ആരും പറഞ്ഞില്ല ഇന്നയാളാണെന്ന്. അവിടെ കൂടി നിന്ന യൗവനക്കാരികൾ, അവര് അവിടുത്തെ ഏതോ പ്രമുഖമായ കോളേജുകളിലൊക്കെ പഠിക്കുന്ന പിള്ളേരാ. അവർക്ക് സോണിയാഗാന്ധി ആരാണ്, മൻമോഹൻ സിംഗ് ആരാണ്, നരേന്ദ്രമോദി ആരാണെന്നൊന്നും ഒരു പിടിയില്ല. ഈ ഭൂമി ജീവിക്കുന്ന മനുഷ്യരുടെ കാര്യമാണ്, ആത്മീയമല്ല, വെളിയിലുള്ള കാര്യമാണ്. അപ്പോൾ ഒന്ന് ഓർത്തു നോക്കിയേ, തങ്ങളെ ഭരിക്കുന്നവരെ പോലും തിരിച്ചറിയാതെ യാന്ത്രികമായി ജീവിക്കുന്ന മനുഷ്യ കോലങ്ങൾ. അതുപോലെ തന്നെയാണ് നമ്മളുടെ ഈ വിശ്വാസി സമൂഹത്തിന്റെ നടുവിലും അനേകരും പല കാര്യങ്ങളും തിരിച്ചറിയുന്നില്ല. പെട്ടെന്നാണ് പലരും വന്ന് അവരുടെ ഹൃദയത്തെ കവർന്നുകൊണ്ട് പോകുന്നത്. ക്ഷണനേരം കൊണ്ട് അവരുടെ ഹൃദയത്തെ അവർ കൊണ്ടുപോകും, പെട്ടിക്കകത്താക്കി കൊണ്ടുപോകും. ഇവരറിയ പോലുമില്ല. അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കഠിനമായ കാര്യങ്ങളൊക്കെ പറയുന്നത്. മുന്നമേ നമ്മൾ പറഞ്ഞൊരു മെസ്സേജ് ഓർത്തു നോക്കിയേ, നമ്മൾ കയ്പ് ചീര സെർവ് ചെയ്യുന്നവരാണെന്ന്. കയ്പ് ചീര, പേച്ചൂരയല്ല, കയ്പ് ചീര സെർവ് ചെയ്യുന്നവരാണ്. ഇവിടെ തേനൊഴിച്ചിട്ടുള്ള ഒരു ഇടപാടുമില്ല. ചക്കരവാക്ക് മുഖസ്തുതിയൊന്നും പ്രതീക്ഷിക്കുക പോലും വേണ്ട. കാരണം വരാൻ പോകുന്ന പുതിയ ഭൂമിയിൽ വെളിപ്പെടുന്ന തേജസ്സിന്റെ നഗരമായ പുതിയ യെരൂശലേമിന്റെ അംശികളായി തീരാൻ വിളിക്കപ്പെട്ടവരാ നമ്മൾ. ഞാനിവിടെ ഇരിക്കുന്ന ഓരോരുത്തരെ അവിടെയാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. ജസ്റ്റ് പാസ് മാർക്കിൽ പുതിയ ഭൂമി വരിക എന്നുള്ളതല്ല. ജസ്റ്റ് ഉന്തിത്തള്ളി കഷ്ടി എച്ചിക്കപ്പെട്ടു എന്ന് പറഞ്ഞൊന്നും വന്നാൽ പോരാ. യോഗ്യ മണവാട്ടി എന്നുള്ള നിലയിൽ അവിടെ വരേണ്ടതുണ്ട്. അതിന് മുന്നമേ നമ്മൾ പറഞ്ഞിട്ടുള്ള ചിലതൊക്കെ നിങ്ങളുടെ ഓർമ്മയിൽ വരണം. അബ്രഹാമിന്റെ അക്ഷരീക സന്തതി പരമ്പരയായ ഇസ്രായേലിനും ഇസ്രായേലിൽ നിന്ന് വിടുവിച്ച് മരുഭൂമിയിലൂടെ നടത്തി വാഗ്ദത്ത ഭൂമി എന്ന് പറയുന്ന അളന്നു തിട്ടപ്പെടുത്താവുന്ന ഒരു ഭൂപരപ്പാണ് കനാൻ എന്ന് പറയുന്നത്. നിശ്ചയമായും അതിനെ അളന്ന് തിട്ടപ്പെടുത്താം. അങ്ങനെ ആ ഭൂപ്രദേശം കൊടുക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയവരെ താഴ്ത്തി പരിശോധിച്ചെങ്കിൽ, കൊണ്ടുപോയ ആളുകളെ എങ്ങനെയാ കൊണ്ടുപോയത്? മിസ്രൈമിലെ ചന്തയിൽ നിന്ന് വാങ്ങിയ ഒരു ആടിന്റെ രക്തം കൊണ്ട് വീണ്ടെടുത്ത് കൊണ്ടുപോയതാണ്. അവരെ താഴ്ത്തി പരിശോധിച്ചെങ്കിൽ വരാൻ പോകുന്ന പുതിയ ഭൂമിയിൽ വെളിപ്പെടുന്ന തേജസ്സിന്റെ നഗരമായ പുതിയ യെരൂശലേമിന്റെ അംശികളും ഓഹരിക്കാരും ആകുവാൻ വിളിക്കപ്പെട്ട നമ്മെ എത്രയധികം താഴ്ത്തി പരിശോധിക്കും, എത്രയധികം. അതിനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെയും സജ്ജമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതുകൊണ്ടാണ് നമ്മുടെ ചുറ്റും തെറ്റായ ചില ബാച്ച് മരുന്നുകൾ സഞ്ചരിക്കുന്നുണ്ട്, തെറ്റായ ചില സിറപ്പുകൾ, തെറ്റായ ചില മറ്റു കാര്യങ്ങൾ. അതിനെയൊക്കെ നമ്മൾ ചൂണ്ടിക്കാണിക്കും. ബാച്ച് നമ്പർ സഹിതം ലോട്ട് നമ്പർ സഹിതമൊക്കെ ആയിരിക്കും ചിലപ്പോൾ പറയുന്നത്. അതിൽ തൊട്ടുപോകരുത്. അത് പറയുന്നവൻ എത്ര കേമനാണെങ്കിലും, എത്ര വലിയ പുള്ളിയാണെങ്കിലും, എത്ര ലക്ഷം പേരുടെ പാസ്റ്ററാന്ന് പറഞ്ഞാൽ പോലും നമ്മളതിൽ കൈവച്ചു പോകരുത്. നമ്മളതിൽ കൈവച്ചു പോകരുത്. ഞാനിപ്പോൾ വലിയ മെഡിസിൻ കമ്പനികളുടെ കാര്യം പറഞ്ഞല്ലോ. വലിയ മെഡിസിൻ കമ്പനികൾ, കോടാനുകോടി ആസ്തിയുള്ള മെഡിസിൻ കമ്പനികൾ. ആ മെഡിസിൻ കമ്പനികൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന അവരുടെ മെഡിസിൻ, അതിൻ്റെ ഓരോ ബാച്ചും ടെസ്റ്റ് ചെയ്യും. സെൻട്രൽ ലാബിൽ അത് ടെസ്റ്റ് ചെയ്യാനിരിക്കുന്ന ആ ചെയറിലിരിക്കുന്നവൻ അവനൊരു ചെറിയ കൂരയെ കിടക്കുന്നവനായിരിക്കും. ചിലപ്പോൾ അവൻ കോടീശ്വരനൊന്നും ആയിരിക്കില്ല. ആ ചെയറിലിരിക്കുന്നവൻ അവന്റെ ടേബിളിൽ വന്നിരിക്കുന്ന മെഡിസിൻ അല്ലെങ്കിൽ ആ ബാച്ച് സാധനങ്ങൾ അത് ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് ഉപയോഗപ്രദമല്ല, യോഗ്യമല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ വലിയ കോടാനുകോടി ആസ്തിയുള്ള മൾട്ടിനാഷണൽ കമ്പനിയുടെ മെഡിസിനാണ്, അതുകൊണ്ട് ഞാൻ മിണ്ടുന്നില്ല എന്ന് അവന് പറയാൻ പറ്റുമോ? അവനൊരു വെള്ള പേപ്പറിൽ ടൈപ്പ് ചെയ്യും, ഇത് ഉപയോഗശൂന്യമായ മെഡിസിനാണ്, ഈ ബാച്ച് മെഡിസിൻ ലോകത്തിൽ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തിരിച്ചു വിളിക്കണം, നശിപ്പിച്ചു കളയണം. മൾട്ടിനാഷണൽ കമ്പനിനെ കണ്ട് അവൻ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? വല്ലതും മനസ്സിലാവുന്നുണ്ടോ? മൾട്ടിനാഷണൽ കമ്പനീനെയും സാമ്രാജ്യത്വ മുതലാളിത്തത്തിന്റെ കീഴിലുള്ള കമ്പനിയാണെന്നൊന്നും പറഞ്ഞാലൊന്നും അവൻ പേടിക്കേണ്ട ആവശ്യമില്ല. റിസൾട്ട് സ്ക്രീനിൽ വന്നു കഴിഞ്ഞെന്നേ, ഇത് യോഗ്യമല്ല, ഇത് അപകടകരമാണ്, ഇത് വിഷമാണ്, ആ സാധനം നശിപ്പിക്കണം. അവൻ എഴുതി സൈൻ ചെയ്യൂ അതിനിടയിൽ. അതാണ് കണ്ടെത്തലുകൾ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങളാണ് ഈ പറഞ്ഞു കൊണ്ടുവരുന്നത്.
ഞാൻ ഇന്നലത്തെ മെസ്സേജിൽ പറഞ്ഞല്ലോ, നമ്മുടെ ബഹുമാനപ്പെട്ട തങ്കുച്ചായൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇത്രയും കാലം അദ്ദേഹം സംസാരിക്കുന്നതിന് വ്യത്യസ്തമായ ഒരു സ്വരത്തിലാണ് വന്നിരിക്കുന്നത്. വളരെ സ്നേഹത്തോടും ദയാവായ്പോടും മനസ്സലിവോടും അയ്യോ ഐക്യതയ്ക്ക് വേണ്ടി വെമ്പുന്ന അദ്ദേഹത്തിന്റെ ആ ഹൃദയം കാണാതെ പോകരുത്. നമ്മളിങ്ങനെ ന്യൂ ജനറേഷൻ പെന്തിക്കോസിനോ അല്ലാത്ത പെന്തിക്കോസിനോ ഒന്നും പറഞ്ഞ് മാറി നിൽക്കേണ്ടവരല്ല. നമ്മളൊരു അമ്മ പെറ്റ മക്കളാണ്. അയ്യോ നമ്മളിങ്ങനെയൊന്നും ആകരുത്, നമ്മൾ കെട്ടിപ്പിടിച്ച് തന്നെ മുന്നോട്ട് പോകണമെന്നാണ് പുള്ളി പറഞ്ഞേ. അതിന് ഞാനൊരു മറുപടി പറഞ്ഞു, നമുക്ക് ആ വിഷയം ചിന്തിക്കേണ്ടതുണ്ട്. ആ ശബ്ദം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അല്ല, അത് സാത്താന്റെ ശബ്ദമാണ്. അതൊരു മനുഷ്യന്റെ ശബ്ദമല്ല, അത് സാക്ഷാൽ സൈറ്റാന്റെ ശബ്ദമാണ്. ഇസ്രായേലിനെ എത്രയോ തവണയാണ് ഈ പറഞ്ഞ രീതിയിൽ കുഴി ചടിച്ചിരിക്കുന്നത്. അതുപോലെയുള്ളൊരു സ്വരമാണത്. ഇത് രണ്ടും ഒരിക്കലും ഒരുമിച്ച് പോകില്ലെന്നേ. ഒന്ന് നോർത്ത് പോളാണ്, എന്ന് സൗത്ത് പോളാണ്. രണ്ടിന്റെയും കാര്യക്രമങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ദൈവശാസ്ത്ര ചിന്തകൾക്ക് തന്നെ വ്യത്യാസമുണ്ട്. അവർ ഈ ആയുസിൽ മാത്രം പ്രത്യാശയുള്ള കാര്യങ്ങളിൽ ഊന്നുമ്പോൾ നമ്മൾ ഈ ആയുസിൽ പ്രത്യാശയുള്ള കാര്യങ്ങളിലല്ല ഊന്നുന്നത്. നമ്മുടെ സഹോദരങ്ങൾ ലോകത്തിന്റെ പല രാജ്യങ്ങളിലും വസിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പൊ തന്നെ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ ഏതേതെല്ലാം വൻകരകളിലാണ് താമസിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ടവരെയും നമ്മളെയും ലോകത്തിന്റെയും രാജ്യത്തിന്റെയും വിവിധ ഭാഗങ്ങളിലൊക്കെ ആക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ നമ്മുടെ ഉപജീവനത്തോടുള്ള ബന്ധത്തിലും അതുപോലെ നമ്മെ അവിടെയൊക്കെ കൊണ്ടുപോയി ആക്കി വെച്ചിരിക്കുന്നത് നമ്മെ അനുഗ്രഹിക്കാനാണെന്നാണ് ഈ മരമണ്ടന്മാര് പറഞ്ഞു വെച്ചിരിക്കുന്നത്. നമ്മൾ കണ്ടെത്തിയത് അങ്ങനെയല്ല. നമ്മെ ലോകത്തിന്റെ ഓരോ കോണുകളിലും ദൈവം ആക്കി വെച്ചിരിക്കുന്നത് അവിടുത്തെ സാക്ഷികളാകാൻ വേണ്ടിയിട്ടാണ്. നമ്മെ കോടീശ്വരന്മാരാക്കാൻ വേണ്ടിയിട്ടല്ല ഓരോ സ്ഥലങ്ങളിലാക്കിയിരിക്കുന്നത്. സ്വർഗത്തിന്റെ അംബാസിഡേഴ്സ് എന്നുള്ള നിലയിലാണ് നമ്മെ ആക്കിയിരിക്കുന്നത്. ഇതാണ് നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കുന്ന ബോധ്യം. ഈ ബോധ്യം ശ്രീമാൻ തങ്കൂനുണ്ടോ? ഈ ബോധ്യം അദ്ദേഹത്തിന്റെ ഗുരുവായ ശ്രീമാൻ എം എ വർഗീസിനുണ്ടോ? പിന്നെ അങ്ങ് ഡൽഹിയിലുള്ള വർഗീസിനുണ്ടോ? ഏതെങ്കിലും വർഗീസിനുണ്ടോ? അല്ല, ഇവിടെയുള്ള ഏത് വർഗീസിനാണ് ഇതുള്ളത്? ഇത് നമ്മുടെ വെളിപ്പാടാണെന്നേ. ഇത് നമ്മുടെ ബോധ്യമാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർ ലോകത്തിലെ ഓരോ രാജ്യങ്ങളിലും ഉണ്ട്. അന്റാർട്ടിക്കയിൽ മാത്രം ഇല്ലാത്തേ ഉള്ളൂ. ബാക്കി സ്ഥലങ്ങളിലൊക്കെ നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട്. അവരൊക്കെ അവിടെ വിശ്വസ്തരായിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. വിശ്വസ്തരായിരിക്കണം. അവർ ദൈവത്തെ ഭയപ്പെടുന്നവരായിരിക്കണം. അവന്റെ ചട്ടങ്ങളെയും പ്രമാണങ്ങളെയും കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാക്കണം. തങ്ങൾ ഈ ഭൂമിയിൽ അന്യരും പരദേശികളുമാണെന്ന് എണ്ണിക്കൊണ്ട് പൂർവ്വപിതാവായ അബ്രഹാം എങ്ങനെ മുൻപോട്ട് പോയോ അതുപോലെ വിശ്വാസത്താൽ പോകണം. വിശ്വാസിയായ അബ്രഹാമിന്റെ ആത്മീയ മക്കളാ നമ്മൾ. അപ്പന്റെ ഗുണം കാണിക്കേണ്ടതുണ്ട്, അല്ലേ? നമ്മൾ വിശ്വാസിയായ അബ്രഹാമിന്റെ ആത്മീയ സന്തതികളാണ്. മറക്കരുത്. ആ തനിക്കുണം നമ്മൾ കാണിക്കണം. അല്ലാതെ അവരുടെ ഇവിടെയൊക്കെ സ്വഭാവമല്ല നമ്മൾ കാണിക്കേണ്ടത്. ഇപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, ഈ ന്യൂജൻ ഗ്രൂപ്പുകൾ എന്നൊക്കെ പറയുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്കൊരിക്കലും അടിസ്ഥാനമില്ല. അവരൊരിക്കലും ഈ പറയപ്പെട്ട നിലയിൽ ജനത്തെ ഒരുക്കുന്നില്ല. ചില മാസങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ക്രിസ്തീയ സഭയുടെ ഒരുക്കം എന്നുള്ള വിഷയങ്ങളൊക്കെ ചിന്തിച്ചു പോയപ്പോൾ അന്ന് ഇറ്റാലിയൻ മാർബിളിനെ കുറിച്ച് പറഞ്ഞു. ഇറ്റലിയിലെ കാട് മൂടിക്കിടക്കുന്ന മലനിരകൾ, ആ മലനിരകളിലേക്ക് അവിടുത്തെ ആളുകൾ കടന്നു ചെന്ന് ആ കാടും പടലൊക്കെ വെട്ടിമാറ്റി, എന്നിട്ട് അവിടുത്തെ മേൽമണ്ണ് ഇളക്കി മാറ്റി, അവിടെ തെളിഞ്ഞു വന്ന ആ പാറ വെട്ടിയെടുത്തുകൊണ്ട് വന്ന് വലിയ പ്രോസസ്സിംഗ് യൂണിറ്റുകളിലേക്കൊക്കെ അത് കൊണ്ടുപോയിട്ട് അവിടെ അതിനെ പോളിഷ് ചെയ്ത് മനോഹരമായ ഇറ്റാലിയൻ മാർബിളായിട്ട് മാർക്കറ്റിലേക്ക് വരുന്നൊരു കാഴ്ച നമ്മൾ കണ്ടു. നമ്മളതിൻ്റെ വീഡിയോസൊക്കെ കണ്ട് അടുത്ത് നിന്ന് ശരിക്കും കണ്ണാല കാര്യങ്ങൾ മനസ്സിലാക്കിയവരാണ്. കാട് മൂടിക്കിടന്ന മണ്ണിനടിയിൽ കിടന്ന ആ കല്ല് വെട്ടി പുറത്തെടുത്തു. അങ്ങനെ വെട്ടി പുറത്തെടുത്തിട്ട് ആ കല്ലിനെ പോളിഷ് ചെയ്ത് അതിന് വിവിധങ്ങളായ ഉപകരണങ്ങളെ ഉപയോഗിക്കുകയാണ്. ആ ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഈ മാർബിളിന് ചിലപ്പോൾ വേദന എടുത്ത് കാണും. അപ്പോഴത്തേക്കും ബാംഗ്ലൂരിലെ എം എ വർഗീസിനെ വിളിച്ചിട്ട് എന്നെ ഇവിടെ നിന്ന് വെട്ടിയെടുത്തു, എൻ്റെ മേലിപ്പോൾ ഇങ്ങനത്തെ പോളിഷിങ്ങും റബ്ബിങ്ങും നടന്നുകൊണ്ടിരിക്കുകയാണ്, അതൊരു ശാപമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങേര് പറയും അതൊരു ശാപത്തിന്റെ ലക്ഷണം തന്നെയാണെന്ന്. പക്ഷെ നമ്മൾ കണ്ടെത്തിയ വെളിപ്പാട് എന്താ? കാട് മൂടിക്കിടന്ന മണ്ണിനടിയിൽ കിടന്ന ആ പാറക്കഷ്ണത്തെ പുറത്തെടുത്ത് ഈ പറയപ്പെട്ട നിലയിൽ പ്രോസസ് ചെയ്ത് അവസാനം അത് ചെയ്യുന്ന വ്യക്തിയുടെ മുഖം അതിനകത്ത് തെളിയുകയാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കിയേ. നമ്മെ ഈ ലോകത്ത് നിന്ന് വെട്ടിയെടുക്കുകയാണ്.
കാട്ടുകല്ലുകളായിരുന്ന നമ്മെ വെട്ടിയെടുക്കുകയാണ്. അങ്ങനെ വെട്ടിയെടുത്ത് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ആ പെരുന്തച്ഛന്റെ അടുക്കൽ നമ്മെ കൊണ്ടുവരികയാണ്. കൊണ്ടുവന്ന് നമുക്ക് ജീവൻ വെപ്പിച്ചു. എന്നിട്ട് നമ്മെ മനോഹരമായ കല്ലുകൾ എന്ന നിലയിലേക്ക് പണിതൊരുക്കുകയാണ്. ഒടുക്കം ആ കല്ലുകളെ നമ്മൾ കാണുന്നത് എങ്ങനെ? വെളിപ്പാട് ദിവസം 21 അധ്യായത്തില് തേജസ്സിന്റെ രത്നങ്ങൾ എന്ന നിലയിൽ. അതായത് ആ പെരുന്തച്ഛന്റെ രൂപം ഇതിനകത്തേക്ക് പതിയുകയാണ്. ആ സെയിം ഇമേജിലേക്ക് വരികയാണ്. ഇതാണ് ക്രിസ്ത്യാനിറ്റി, ഇതാണ് മിനിസ്ട്രി എന്ന് പറയുന്നത്, ഇതാണ് വെളിപ്പാട് എന്ന് പറയുന്നത്. ഇതാണ് വെളിപ്പാട്. അപ്പൊ നാം തീയിലൂടെയും വെള്ളത്തിലൂടെയൊക്കെ കടക്കേണ്ടി വരും. അവിടെയാണ് യെശയ്യാവ് 54 നമ്മൾ വായിക്കുന്നത്, കൊടുങ്കാറ്റിനാൽ അടിക്കപ്പെട്ട ആശ്വാസമറ്റവളുമായുള്ളവേ, ഞാൻ നിന്റെ കല്ല് അഞ്ജനത്തിൽ പതിക്കും. ചില നീലക്കല്ലുകൾ, ചില പുഷ്യരാഗങ്ങൾ, ചില പത്മരാഗങ്ങൾ ഈ കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലഭിക്കുന്നത് അങ്ങനെയൊക്കെയാ. ചില അടിസ്ഥാനങ്ങൾ ഇടുകയാണ്. നീ നല്ലൊരു അടിസ്ഥാനം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വായിക്കുന്നില്ല, അളവ് നൂൽ എനിക്ക് മനോഹരദേശത്ത് വീണിരിക്കുന്നു എന്നൊക്കെ. ചില അടിസ്ഥാനങ്ങളാണ് വീണുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ പറയുന്നത് ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന്. നമ്മുടെ ഏതെങ്കിലും ഒരു അപ്പോസ്തലൻ എഴുതി വെച്ചിട്ടുണ്ടോ ഈ കാലത്തിലെ കഷ്ടങ്ങൾ കൂടിപ്പോയി കഴിഞ്ഞാൽ അതൊരു ശാപത്തിന്റെ ലക്ഷണമാണെന്ന്? ഏത് അപ്പോസ്തലനാ പറഞ്ഞത്? സഹോദരങ്ങളെ, ഞാൻ പാർക്കുന്ന ഈ ബാംഗ്ലൂർ പട്ടണത്തിൽ ഇവിടെ ധാരാളം വലിയ സെമിനാരികളൊക്കെ ഉണ്ട്. ഈ പട്ടണത്തിൽ ഇരുന്നുകൊണ്ടാണ് മലയാള ഭാഷയിൽ മലയാളം മനസ്സിലാകുന്ന ആളുകളുടെ ചെവിയിൽ എത്തുവാൻ പാകത്തിന് ഞാൻ ഈ പറഞ്ഞ പ്രസിദ്ധനായിട്ടുള്ള ഉപദേശി ഈ കാര്യങ്ങളെ പറഞ്ഞത്. കഷ്ടത ശാപത്തിന്റെ ലക്ഷണമായി മാത്രമേ ബൈബിളിൽ കൊടുത്തിട്ടുള്ളൂ, അനുഗ്രഹത്തിന്റെ ലക്ഷണമായി കൊടുത്തിട്ടില്ല. ക്രിസ്തീയ ജീവിതത്തിൽ കടന്നു വരുന്ന കഷ്ടങ്ങളൊക്കെ ശാപത്തിന്റെ ലക്ഷണങ്ങളാണെന്ന് അതുമായി ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് അതിനെ എന്നൊന്ന് ചോദിച്ചാൽ, എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ പോയിട്ടുണ്ട്. അതൊരിക്കലും ഒരു ശാപമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. തീയുടെ അനുഭവങ്ങളിലൂടെയും പറഞ്ഞറിയിക്കാനാവാത്ത സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്. അതെല്ലാം സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ, നിന്നെ രുചിച്ചറിയുവാൻ ജനത്തെ അങ്ങനെ നടത്തുകയാണ് വേണ്ടത്. പകരം സാത്താന്യ ഉപദേശമാണത്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഞാൻ പാർക്കുന്ന ഈ പട്ടണത്തിൽ വലിയ സെമിനാരികളുണ്ട്. ഈ പറയപ്പെട്ട അദ്ദേഹമൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന അസംബ്ലീസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന സമൂഹത്തിന്റെ വലിയ സെമിനാരികൾ ഇവിടെയുണ്ട്. വലിയ പേര് കേട്ട സദനേഷ്യ ബൈബിൾ കോളേജ് ഇവിടെയാണ്. അതിന് പ്രിൻസിപ്പളുണ്ട്. അവിടെ വലിയ കേമന്മാരായി MTH ഡോക്ടറേറ്റ് ഉള്ള ആളുകളെ പഠിപ്പിക്കുന്നവരെല്ലാം. അവരിൽ ഒരാൾ പോലും രംഗത്ത് വന്നിട്ട് എസ്തേർ പറഞ്ഞതുപോലെ ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ, ഈ മനുഷ്യന്റെ ദുരുപദേശത്തിനെതിരെ ഞാൻ പറയും എന്നിവരാരും പറയുന്നില്ല. നമ്മളെപ്പോലെ 2ാം ക്ലാസ്സും ഗുസ്തിയായിട്ട് നടക്കുന്ന ആൾക്കാര് നമ്മുടെ കയ്യിൽ MTH ഡോക്ടറേറ്റ് ഒന്നുമില്ല. ആ സാധാരണക്കാരായ നമ്മളാണ് വിശുദ്ധന്മാർ വഴിതെറ്റി പോകാതിരിക്കാൻ വേണ്ടി ഇത് പറയുന്നത്. ഇവരൊക്കെ എവിടെയാണ്? ഇവരുടെ ശബ്ദം എവിടെയാണ്? ഇവരെന്താണ് സംസാരിക്കാത്തത്? ക്രിസ്തീയ ജീവിതത്തിൽ സംഭവിക്കുന്ന കഷ്ടനഷ്ടങ്ങളൊക്കെ അത് ശാപത്തിന്റെ ലക്ഷണമാണ്. അത് ശാപമാണെങ്കിൽ അവർ ഡിക്ലെയർ ചെയ്യണം. ഞങ്ങളുടെ ഫേസ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്, ഞങ്ങളുടെ സമൂഹം ഉറച്ചു വിശ്വസിക്കുന്നു, ഞങ്ങളിത് വിശ്വസിക്കുന്നു എന്ന് പബ്ലിക്കിനോട് അവർ പറയണം. കാരണം നമ്മൾ കേട്ട ഈ മനുഷ്യൻ പറയുന്ന ഈ വാക്കുകൾ അനേകരെ തെറ്റിച്ചു കളയുമല്ലേ. അദ്ദേഹം പറയുന്ന രീതിയാണെങ്കിൽ 10-22,000 പേര് പുള്ളിയുടെ കൂടെ ഉണ്ടെന്നല്ലേ പറയുന്നത്. എന്തായാലും ആ 22,000 പേരും അദ്ദേഹത്തിന്റെ ആശയത്തോട് യോജിക്കുന്നവരല്ലേ. 22,000 ആളുകള് ഈ പട്ടണത്തിൽ ചിന്തിക്കുന്ന കാര്യമാണ്, ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർ ശപിക്കപ്പെട്ട അവസ്ഥയിലേക്കാണ് പോകുന്നതെന്ന്. ക്രിസ്തീയ ജീവിതത്തിൽ കടന്നു വരുന്ന കഷ്ടങ്ങൾ ശാപത്തിലേക്കാണെന്നല്ലേ ആ മനുഷ്യനും ചിന്തിക്കുന്നത്. അവരെ ആര് വിടുവിക്കും എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇവിടുത്തെ പെന്തക്കോസ്ത് സമൂഹത്തോടുള്ള എൻ്റെ ചോദ്യമാണ്, ഈ 22,000 മനുഷ്യരെ ആര് വിടുവിക്കും? അതെയോ മുഴുവൻ പെന്തക്കോസ്തെ നിങ്ങളും അങ്ങനെ തന്നെയാണോ വിശ്വസിക്കുന്നത്? പൂർവന്മാരെ അപ്പോസ്തലന്മാർ പറയാണ്, ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല, അത് തേജസ്സിന്റെ നിത്യഖനമാണ് നമുക്ക് തരാൻ പോകുന്നതെന്ന്. പക്ഷേ ഈ സമയത്തുള്ള അപ്പോസ്തലന്മാരെന്നുള്ള പേരും കൊണ്ട് നടക്കുന്ന ആളുകൾ പറയുന്നു അതൊക്കെ ശാപമാണെന്ന്. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളത് അംഗീകരിക്കുന്നുണ്ടോ? ഇതാണോ നിങ്ങളുടെയും ബോധ്യം? സാമ്പത്തികമായ ഔന്നത്യത്തിലേക്ക് വരാത്ത, വലിയ ബംഗ്ലാവില്ലാത്ത, പുഞ്ചപ്പാടമില്ലാത്ത, ഏലത്തോട്ടോ പിന്നെ കുരുമുളകും തോട്ടോ ഒന്നും ഇല്ലാത്ത ആളുകളൊക്കെ ചതിക്കപ്പെട്ടവരാണെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? ഇന്ന് തന്നെ ആ സഹോദരൻ 42-ാമത്തെ വയസ്സിൽ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു.
ഈ മാന്യദേഹം പറയുന്നത് അങ്ങനെ ഒരു മരണം നടന്നാൽ അത് ശാപത്തിന്റെ ലക്ഷണമാണെന്ന്. പെട്ടെന്നൊരു കാര്യം എൻ്റെ ഓർമ്മയിലേക്ക് വരിക. മലയാളക്കരയിൽ ഒരു കാലഘട്ടത്തിൽ വളരെ പ്രശോഭിച്ചൊരു ദൈവദാസനായിരുന്നു പാസ്റ്റർ വി.എ. തോമസ്. പുതിയ തലമുറയിലുള്ള ആളുകൾക്ക് അദ്ദേഹത്തെ അറിയില്ല. അദ്ദേഹം മലബാറിലായിരുന്നു പാർത്തിരുന്നതെങ്കിലും കേരളത്തിലെമ്പാടും, വിശേഷാൽ ബാംഗ്ലൂരിലെ ഈ പറയപ്പെട്ട അദ്ദേഹത്തിന്റെ കൂട്ടായ്മയിൽ ആ കാലഘട്ടത്തിൽ കടന്നു വന്ന് ധാരാളം പ്രസംഗിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം സത്യവചനം പ്രസംഗിക്കുന്ന മനുഷ്യനായിരുന്നു. മലയാളക്കരയിൽ അറിയപ്പെടുന്ന ശ്രേഷ്ഠനായൊരു ദൈവദാസനായിരുന്നു. അദ്ദേഹം 38-ാമത്തെയോ 42-ാമത്തെയോ വയസ്സിൽ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. പാസ്റ്റർ വി.എ. തോമസ് കൺവെൻഷൻ വേദികളിൽ അനുഗ്രഹിക്കപ്പെട്ട ക്രൂശിന്റെ സന്ദേശം പറഞ്ഞിരുന്നൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം മരിച്ചിട്ട് സൂക്ഷ്മം എത്ര കാലമായി എന്ന് എനിക്ക് അറിയില്ലെങ്കിൽ പോലും ഒരു 10-40 വർഷം കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും. അപ്പോൾ ആ പ്രായത്തിൽ അദ്ദേഹം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടത് ഒരു ശാപത്തിന്റെ ലക്ഷണമാണെന്ന് ഇങ്ങനെ പറയുമോ? മലയാളക്കരയിലെ ദൈവസഭയ്ക്ക് വളരെ അനുഗ്രഹമായിരുന്നൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ശുശ്രൂഷ അവിടം കൊണ്ട് അവസാനിപ്പിച്ച് സ്വർഗത്തിലെ ദൈവം അദ്ദേഹത്തെ മടക്കി വിളിച്ചു. നമുക്കറിയില്ല അതിന്റെ കാരണങ്ങൾ. അദ്ദേഹം 82-ാമത്തെ വയസ്സിൽ ഇവിടുന്ന് പോയാൽ പോരായിരുന്നു എന്ന് ചോദിച്ചാൽ ഇതിനൊന്നും നമുക്ക് ഉത്തരവില്ല സഹോദരങ്ങളെ. മറഞ്ഞിരിക്കുന്നതെല്ലാം യഹോവയ്ക്കുള്ളത്, വെളിപ്പെട്ടതെല്ലാം നമുക്കുള്ളത്, അത്ര തന്നെ. നമുക്കത് വെളിപ്പെടുത്തി തരുന്നില്ല. എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ മരിക്കുന്നത്, എന്തുകൊണ്ടാണ് യൗവനക്കാർ മരിക്കുന്നത്, ഒന്നും നമുക്കറിയില്ല. അതൊന്നും നമുക്കറിയില്ല. നമുക്കറിയാവുന്ന ഇത്രയേ ഉള്ളൂ, യഹോവയെ ഭയപ്പെട്ട് അവന്റെ പ്രമാണങ്ങളെ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഒരുവൻ വിവാഹിതനായതിനു ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് കുട്ടികളൊന്നും ഉണ്ടായില്ലെങ്കിൽ 2, 3, 4, 5 വർഷമൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവർ ശാപത്തിൻ കീഴിലാണെന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവരുടെ വിശ്വാസത്തിന്റെ പരിശോധനയ്ക്ക് വേണ്ടി ദൈവം അവരുടെ ജീവിതത്തിൽ അത് അനുവദിക്കുന്നതാണെങ്കിലോ? അല്ലേ? അപ്പോസ്തലന്മാർ അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? വിശ്വാസത്തിന്റെ പരിശോധന എല്ലാവരുടെയും ജീവിതത്തിൽ ഒരേ പാറ്റേണിലായിരിക്കും പരിശോധിക്കുന്നത്. അത് വ്യത്യസ്ത അളവിലായിരിക്കില്ലേ? ചിലരുടെ ജീവിതത്തിൽ ഇങ്ങനെയായിരിക്കും. അത് ഒരു ശാപമാണെന്നാണോ നമ്മൾ ചിന്തിക്കേണ്ടത്? ചില വാത്സല്യ സഹോദരങ്ങൾക്കുണ്ടായിരിക്കുന്ന കുഞ്ഞുങ്ങള് അല്പം ബുദ്ധിമാന്യമൊക്കെയുള്ള കുഞ്ഞുങ്ങളാണ്, ശാരീരിക വൈകല്യമുള്ളവര്. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ? ഓക്കെ, അങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണ് ഉണ്ടാകുന്നതെങ്കിൽ ആ കുഞ്ഞുങ്ങളൊക്കെ ശാപത്തിൻ കീഴിലാണെന്ന് പഠിപ്പിക്കുന്നവനെ എന്ത് പറയണമെന്ന് എനിക്ക് അറിയില്ല. എൻ്റെ കർത്താവേ, എന്ത് പറയും? ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ സൂക്ഷം നമുക്ക് പറയാൻ കഴിയില്ല. ഇന്നിന്ന കാരണങ്ങളാലാണ് അങ്ങനെ സംഭവിച്ചെന്നുള്ളത് ദൈവത്തിനറിയാം. കളങ്കരഹിതരായ ആ കുഞ്ഞുങ്ങൾ അവരുടെ നിത്യത ചെലവഴിക്കുന്നത് സൃഷ്ടാവിന്റെ കൂടെയല്ലേ? ആ കുഞ്ഞുങ്ങളുടെ ജീവിതം ഇപ്പോൾ ഈ ഭൂമിയിൽ ഇങ്ങനെയാണ്. ഒരുപക്ഷെ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ചിലരുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്നു. അത് അനുവദിച്ചു എന്ന കാരണത്താൽ ഒരുപക്ഷെ ആ മാതാപിതാക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം വലുതായിരിക്കും. അവർ ഒരു ഹൃദയത്തകർച്ചയുള്ളവരായി മാറാം, ക്രിസ്തുവിന്റെ ഭാവമുള്ളവരായി മാറാം, ദൈവസന്നിധിയിൽ താഴ്മയും വിനയവും ഉള്ളവരായി മാറാം. അങ്ങനെ പല കാര്യങ്ങളൊക്കെ സംഭവിക്കാം. നമുക്കറിയില്ല എല്ലാം. ഒന്നും അറിയാതെ ദൈവം ഒരു കാര്യവും ചെയ്യില്ലല്ലോ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദോഷത്തിനായിട്ട് ഒന്നും ചെയ്യുന്നില്ലെന്നല്ലേ നമ്മൾ പഠിക്കുന്നേ. സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം സ്വർഗം അറിഞ്ഞു തന്നെയാണ്. അതെല്ലാം നമ്മുടെ ക്ഷേമത്തിന് വേണ്ടി തന്നെയാണ്. 42-ാമത്തെ വയസ്സിൽ മരിക്കുന്ന ക്ഷേമത്തിനാണോന്നൊക്കെ ചോദിച്ചാൽ നമുക്കറിയില്ലെന്നേ. സ്തേഫാനോസ് ജീവിച്ചിരുന്നെങ്കിൽ നമ്മുടെ കുമ്മനാട് കൺവെൻഷനിലൊക്കെ പ്രസംഗിപ്പിക്കാമായിരുന്നല്ലോ. പിന്നെ നിശ്ചയമായും പ്രസംഗിപ്പിക്കാമായിരുന്നു. പക്ഷെ എന്തിനു നേരത്തെ വിളിച്ചു എന്ന് ചോദിച്ചാൽ ആരോടാ ചോദിക്കുന്നത്? ദൈവത്തിന് ഉദ്ദേശങ്ങളും നിശ്ചയങ്ങളും ഉണ്ട്. നമ്മൾ അതിലങ്ങ് ഉറക്കി, അത്ര തന്നെ. ഇതിനോട് ചേർത്ത് 1-2 കാര്യങ്ങൾ പറഞ്ഞ് വേഗം അവസാനിപ്പിക്കാം. അതായത് ഞാൻ പറഞ്ഞല്ലോ ഈ ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റുമായി ബന്ധപ്പെട്ട ചിലത് പറയാമെന്ന്. ശരിക്കും ഈ വ്യവസ്ഥാപിത പെന്തിക്കോസ്റ്റ് ചർച്ചുകളിൽ പലതും രൂപാന്തരം വന്ന് ന്യൂ ജനറേഷൻ ഗ്രൂപ്പുകളായി പോയി. ന്യൂ ജനറേഷൻ ഗ്രൂപ്പുകൾക്ക് പോലും ട്രെയിനിങ് കൊടുക്കുന്ന വ്യവസ്ഥാപിത പെന്തിക്കോസ്റ്റ് ചർച്ചുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ ബാംഗ്ലൂരിലെ അച്ചായയുടെ ചർച്ച്. ഈ ന്യൂജന്മാരെ എല്ലാം അടവെച്ച് വിരിയിച്ചെടുക്കുന്ന ഇവിടുന്ന അവർക്ക് ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്ന സ്ഥലമാണ് ഇവിടെ. വിശുദ്ധ ചിരിയും വിശുദ്ധ കൊരയും വിശുദ്ധ ഛർദിയും എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും അവരെ അഭ്യസിക്കുന്ന ഇവിടെയൊക്കെ വന്നിട്ടാണ്. അതായത് ഇത്തരക്കാരുടെ പ്രസംഗങ്ങളും പഠിപ്പിക്കലുകളിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ആളുകളെയെല്ലാം ഈ മാർഗത്തിലേക്ക് സ്വാഗതം ചെയ്തിട്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ അവരെയെല്ലാം പഠിപ്പിക്കുകയും ധരിപ്പിക്കുകയും ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്
അതായത് ഇങ്ങ് വന്നാൽ മതി, കർത്താവ് അനുഗ്രഹിക്കും നിങ്ങളെ. കർത്താവ് നിശ്ചയമായി നിങ്ങളെ അനുഗ്രഹിക്കും. അനുഗ്രഹിക്കുക എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നിങ്ങളുടെ സാമ്പത്തിക നില മാറ്റും, നിങ്ങളുടെ മറ്റു കാര്യങ്ങൾക്കെല്ലാം മാറ്റം വരും, നിങ്ങളെ അങ്ങനെ ചെയ്യും, നിങ്ങളെ ഇങ്ങനെ ചെയ്യും എന്നുള്ള കാര്യങ്ങളാണ് ഇവർ പഠിപ്പിക്കുന്നത്. ഈ മെജോറിറ്റി ചർച്ചസും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ പഠിപ്പിക്കുന്നത്. അനുഗ്രഹം എന്നും നന്മയെന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പ്രസംഗത്തിൽ പറയാറുണ്ട്. നമ്മൾ അങ്ങനെയൊക്കെ പറയാറുള്ള ആ ഭാഗങ്ങളൊക്കെ ചില ചെറിയ വീഡിയോസ് ആയിട്ടൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ അവതരിപ്പിക്കാറുണ്ട്. അവിടെ വന്ന ആളുകൾ ചീത്ത വിളിക്കും. ആഹാ, നന്മ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ കുറിക്കുന്നു, അനുഗ്രഹം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ കുറിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഒരു 2 മിനിറ്റ് അതിൻ്റെ മുമ്പിലൊന്ന് കുമ്പിട്ടിട്ട് വേണ്ടേ പോകാനായിട്ട് ആ മെസ്സേജിൻ്റെ മുമ്പിൽ. അതിന് പകരം ചീത്ത വിളിച്ചിട്ടാണോ പോകേണ്ടത്? അവർ ചോദിക്കുന്നത് ഈ ഭൂമിയിലുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഈ ഭൂമിയിലുള്ള കാര്യങ്ങളൊക്കെ പിന്നെ എന്തുവാന്നാ? ഇതൊക്കെ എന്തുവാ? അനുഗ്രഹമല്ലേ? ഇതൊക്കെ കർത്താവ് തന്നതല്ലേ? പിന്നെ അതിനൊക്കെ അനുഗ്രഹമായിട്ട് കൂട്ടാൻ മേലെ എന്നാ ചോദിക്കുന്നു. ആ മനുഷ്യരാരും പുതിയ നിയമത്തിലേക്ക് ഇതുവരെ വന്നിട്ടില്ല. അവരിപ്പോഴും പഴയ നിയമത്തിൽ നിൽക്കുകയാണ്. അവിടെ ആയിരുന്നെങ്കിൽ നമുക്ക് ആടുമാട് നാൽക്കാലി കാര്യങ്ങളെയൊക്കെ സമ്പത്തെന്ന് വിളിക്കാമായിരുന്നു. അതൊക്കെ സമ്പത്തിന്റെ നിദാനം എന്നുള്ള നിലയിൽ ചിന്തിക്കാമായിരുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ലഭിക്കപ്പെട്ട യഥാർത്ഥമായ അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ മണവാളനെയല്ലേ? ആ മണവാളനുമായിട്ടുള്ള ഊഷ്മളമായ ബന്ധമല്ലേ? നാം അവന്റെ വകയായി തീരുകയല്ലേ? അല്ലേ? നാം അവനെ അനുഭവിക്കുകയല്ലേ? രുചിച്ചറിയല്ലേ? എന്തൊരു വലിയ അനുഭവമാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. ആ വെളിപ്പാടിന്റെ ആഴങ്ങളിലേക്ക് ജനം വരുന്നില്ല. അതായത് ഇത്തരക്കാർ അവരുടെ പഠിപ്പീരും കാര്യങ്ങളിലൂടെ ആളുകളെ ഇങ്ങനെ ഒരു മായാലോകത്തേക്ക് കൊണ്ടുവരുന്നു. സുഖചികിത്സ എന്ന് പറയും അതിന്. സുഖചികിത്സ എന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെ ഈ സാധുക്കൾ ഇതിനകത്ത് വന്ന് ഇന്നല്ലെങ്കിൽ നാളെ, നാളെ അല്ലേ മറ്റന്നാൾ എല്ലാം ശരിയാവും, അല്ലെ അടുത്ത മാസം വെളിപ്പാടിനൊരു അവധി വെച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ കാര്യം നടക്കാതെ പോയാൽ ചിലരുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ നടക്കും. എന്നാൽ ചിലരുടെ ജീവിതത്തിൽ അത് സംഭവിക്കാതെ പോയി കഴിഞ്ഞാൽ അവർ വിശ്വാസം വിട്ടിട്ടേ സ്ഥലം വിടും. അപ്പൊ അവരെ ആശ്വസിപ്പിക്കുന്ന കാര്യങ്ങൾ പറയണ്ടേ, അവരെ ബലപ്പെടുത്തണ്ടേ, ധൈര്യപ്പെടുത്തണ്ടേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ മറുപടി അങ്ങനെ മാത്രം പറഞ്ഞാൽ പോരാന്നേ, 2 വശവും പറയണം. ക്രിസ്തീയ ജീവിതം എന്തെന്ന് ധരിപ്പിക്കണം അവരെ. നിങ്ങൾ പുറപ്പാട് ദിവസം 16-ാം അധ്യായം തുറന്നേ. നമ്മൾ പുറപ്പാട് ദിവസം 16-ാം അധ്യായം തുറന്നിരിക്കുകയാണ്. ചില പ്രിയപ്പെട്ടവരെ ചിന്തിക്കുകയായിരിക്കും, കഴിഞ്ഞ സൺഡേയിലെ മെസ്സേജിനകത്ത് പ്രധാനമായി ഈ ചാപ്റ്റർ 16 ആണല്ലോ പ്രസംഗിച്ചതെന്ന്. യെസ്, ആ കാര്യം തന്നെ സന്ദർഭവശാൽ ഇവിടെ ഞാൻ ഒന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഇസ്രായേൽ മിസ്രൈം വിട്ട് ചെങ്കടലും കടന്ന് മരുഭൂമിയിലേക്ക് പ്രവേശിച്ചു. മരുഭൂമിയിലൂടെ അവർ പ്രയാണം ചെയ്ത് മുൻപോട്ട് വരികയാണ്. അങ്ങനെ മുൻപോട്ട് വരുമ്പോൾ അവർ എലീമിൽ നിന്ന് യാത്ര പുറപ്പെട്ട് സീൻ മരുഭൂമിയിലേക്ക് എത്തിച്ചേരുകയാണ്. അങ്ങനെ സീൻ മരുഭൂമിയിൽ വെച്ച് അതിന്റെ 2-ാം വാക്യം മുതൽ താഴേക്ക് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ഇസ്രായേൽ ജനമൊക്കെയും മോശയ്ക്കും അഹ്റോനും എതിരായി പിറുപിറുത്തു. ഞങ്ങളുടെ ഭക്ഷണക്കാര്യത്തിൽ ഇന്നൊരു കരുതലില്ലാത്ത എന്തെന്നൊക്കെ ചോദിച്ചാണ് ഈ പിറുപിറുക്കുന്നത്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് അതിന്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്, അപ്പോൾ യഹോവ മോശയോട്, ഞാൻ നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് അപ്പം വർഷിപ്പിക്കും, ജനം എൻ്റെ ന്യായപ്രമാണം അനുസരിക്കുമോ ഇല്ലയോ എന്ന് ഞാൻ അവരെ പരീക്ഷിക്കേണ്ടതിന് അവർ പുറപ്പെട്ട് ഓരോ ദിവസത്തേക്ക് വേണ്ടുന്നത് അന്നന്ന് പെറുക്കിക്കൊള്ളണം. ആ വാക്യം എങ്ങനെയാ തുടങ്ങുന്നത്? അപ്പോൾ യഹോവ മോശയോട്, ഞാൻ നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് അപ്പം വർഷിപ്പിക്കും. അതാണ് ഫസ്റ്റ് ഫേസിലുള്ളത്. അടുത്ത ഭാഗത്ത് നമ്മൾ വായിക്കുന്നത്, ജനം എൻ്റെ ന്യായപ്രമാണം അനുസരിക്കുമോ ഇല്ലയോ എന്ന് ഞാൻ അവരെ പരീക്ഷിക്കേണ്ടതിന്, ടെസ്റ്റ് ചെയ്യേണ്ടതിന് അവർ പുറപ്പെട്ട് ഓരോ ദിവസത്തേക്ക് വേണ്ടുന്നത് അന്നന്ന് പെറുക്കിക്കൊള്ളണം. അതായത് ആ വാക്യത്തിന്റെ മധ്യഭാഗം നമ്മൾ വായിക്കുന്നത്, ഞാൻ ഈ ജനത്തെ ടെസ്റ്റ് ചെയ്യുമെന്നാണ്. ഇത്രയും വായിക്കുമ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത്? അതായത് മിസ്രൈമിന്റെ ഇരുമ്പുലയിൽ നിന്ന്, കഠിന ശോധനയിൽ നിന്ന് വിടുവിക്കപ്പെട്ടു വന്ന ജനമാണ്. ചെങ്കടൽ വരെ ഫറവോ തൊട്ട് പുറകിലുണ്ടായിരുന്നു. അവരെങ്ങനെ ഞെങ്ങി ഞെരുങ്ങിയാണ് അവിടം വരെ വന്നത്. ആകെ ടെൻഷനും അങ്കലാപ്പും ഒക്കെയായിട്ട് അവിടം വരെ വന്നത്. ചെങ്കടൽ കടന്ന് മരുഭൂമിയിലേക്ക് പ്രവേശിക്കുമ്പോൾ കാലൊക്കെ ഒന്ന് നീട്ടി, നടുവൊക്കെ ഒന്ന് നിവർത്തി, ഒന്ന് ആശ്വസിക്കാമെന്നൊക്കെ ഓർത്തിരിക്കുമ്പോഴാണ് അവിടെ മുതൽ തുടങ്ങിയാണ് പരിശോധനകൾ. മാറ, അതുപോലെ അടുത്തടുത്ത സ്ഥലങ്ങള്. ഇപ്പൊ ഈ പറയപ്പെട്ട സീൻ മരുഭൂമി വന്നപ്പോ അവിടെ വലുവനായ ദൈവം മോശയോട് പറയാണ്, ഞാൻ ഈ ജനത്തെ താഴ്ത്തി പരിശോധിക്കും.
15-ാം അധ്യായത്തിൽ ഒരു സബ്ജക്റ്റ് ഉണ്ട്. വെള്ളമില്ലാതെ വന്നപ്പോൾ, അതായത് മാറ, അവർ പിറുപിറുത്തു. 16-ാം അധ്യായത്തിൽ അപ്പം അഥവാ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അതിന് ലേറ്റായപ്പോൾ അവർ പിറുപിറുത്തു. 15-ാം അധ്യായത്തിൽ വെള്ളത്തിന്റെ കാര്യം, 16-ാം അധ്യായത്തിൽ അപ്പത്തിന്റെ കാര്യം. അപ്പോഴാണ് പറയുന്നത് ഞാൻ ഇവരെ പരിശോധിക്കുമെന്ന്. ഈ കാര്യത്തെക്കുറിച്ച് ആവർത്തന പുസ്തകത്തിൽ എടുത്തെഴുതിയിട്ടുണ്ട്. ഞാൻ അവരെ താഴ്ത്തി പരിശോധിക്കും, അവരുടെ ഹൃദയത്തിലിരിക്കുന്നത് അറിയുവാനായിട്ട്. എന്നെ ദൈവത്തിന് അറിയില്ലേ ഹൃദയത്തിൽ എന്നായിരിക്കുന്നതെന്ന്? ദൈവത്തിന് അറിയാൻ വേണ്ടിയിട്ടല്ല, അവരെ തന്നെ ബോധ്യപ്പെടുത്തണം. അതിനുവേണ്ടി ഈ ടെസ്റ്റിലൂടെയൊക്കെ അവരെ നടത്തും. ശരിക്കും അങ്ങനെ ചെയ്യുന്ന മര്യാദയാണെന്ന് ചോദിച്ചാൽ ആ ചോദ്യം ഇന്നത്തെ പെന്തിക്കോസ്ത് പാസ്റ്റർമാരെ ചോദിക്കുള്ളൂ. മോശ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചില്ല. മോശ ദൈവത്തോട് ചോദിച്ചോ, ഇതെന്നെ വർത്തമാന കർത്താവേ പറയുന്നേ, ഈ ജനത്തെ ഇങ്ങനെ മരുഭൂമിയിലേക്ക് കൊണ്ടുവന്നിട്ട് തുടക്ക സമയമാ, ഇപ്പൊ ഇങ്ങനെ താഴ്ത്തി പരിശോധിച്ചു കഴിഞ്ഞാൽ അവർ വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോവും. അവർ ചർച്ചക്കോടിലേക്ക് പോവും, അല്ലെ അവർ ശാരോനിലേക്ക് പോവും, അല്ല അവർ യാക്കോബയിലേക്ക് തന്നെ പോയാലോ, അല്ല അവര് ഹൈന്ദവ വിശ്വാസത്തിലേക്ക് തിരികെ പോയാലോ, അല്ലെ നിരീശ്വരന്മാരായി പോയാലോ? ഇപ്പൊ തന്നെ താഴ്ത്തി പരിശോധിക്കണമെന്ന് ചോദിക്കില്ലേ നമ്മുടെ ആൾക്കാരാണെങ്കിൽ? മോശ തിരിച്ചൊന്നും ചോദിച്ചില്ല. യെസ്, ആമേൻ, അങ്ങനെ തന്നെ ആകട്ടെ എന്നല്ലേ? അവരെ സംബന്ധിച്ച് നൂറ്റാണ്ടുകളുടെ പെന്തക്കോസ്റ്റ് ചരിത്രമൊന്നും ഈ ഇസ്രായേലിയർക്ക് പറയാനുണ്ടോ? മിസ്രൈമിൽ നിന്ന് ഇതേ പുറപ്പെട്ടിട്ടേ ഉള്ളൂ. ചെങ്കടലും കടന്നു, മരുഭൂമിയിലേക്ക് വന്നു, കനാനിൽ ചെന്നിട്ട് അവിടെ 2 മൂട് കപ്പയും പിന്നെ ഒരു 5-6 തെങ്ങും ഒക്കെ പിടിപ്പിച്ച് ഒന്ന് നടു നിവർത്തിയതിന് ശേഷം താഴ്ത്തി പരിശോധിച്ചാൽ പോരെ? ഈ മരുഭൂമിയിലിട്ട് തന്നെ താഴ്ത്തി പരിശോധിക്കണോ? നിങ്ങളുടെ തലക്കകത്തേക്ക് ഇതെല്ലാം കയറുന്നുണ്ടോ? അവിടെയാണ് ഞാൻ ഈ കള്ളയ അപ്പോസ്തലന്മാരെയും ഈ വ്യാജ ശുശ്രൂഷകരെയും ഒക്കെ തുറന്നു കാണിക്കുന്നത്. ജനത്തോട് സത്യം പറയുന്നില്ലെന്നേ. അങ്ങനെ നിങ്ങൾ പൊതിഞ്ഞു കെട്ടി എത്ര നാൾ കൊണ്ടുപോകും വിശ്വാസികളെ? സ്വർഗം ആകർഷിച്ച് കൊണ്ടുവന്നവനാണെങ്കിൽ അവൻ എങ്ങും പോവില്ല. അവനെ യാഥാർത്ഥ്യങ്ങളിലൂടെ നടത്തണം. ഹാഡിൽസ് ഉണ്ടെന്ന് പഠിപ്പിക്കണം. അതെ, ഈ ചാടി ചാടി പോകുന്ന ഒരു ഓട്ടം കണ്ടിട്ടില്ലേ? ഒരു കോലിങ്ങനെ വെച്ചിട്ട് PT ഉഷ ചാടി ചാടി പോകുന്ന കണ്ടിട്ടില്ലേ? ഒരിക്കൽ പുള്ളിക്കാരി 800 മീറ്റർ ഓടിയപ്പോൾ അതിലൊരു ഗോല് താഴെ പോയില്ലായിരുന്നെങ്കിൽ ഒരു സ്വർണ്ണ മെഡൽ കിട്ടിയേനെ നമുക്ക്. പുള്ളിക്കാരി സ്പീഡിൽ ഓടി, എന്തോ കാരണത്താൽ ശ്രദ്ധിച്ചില്ല, കോല് താഴെ പോയി. അതിനാണ് ഹാഡിൽസ് എന്ന് പറയുന്നത്. തടസ്സങ്ങൾ എന്ന് പറയും മലയാളത്തിൽ. എനിക്ക് അതിന്റെ കറക്റ്റ് വാക്കൊന്നും അറിയില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ചില ഹാഡിൽസ് ഒക്കെ ദൈവം അനുവദിക്കും. എപ്പോഴും അമ്മാമ്മേ കൊച്ചമ്മേ തേനെ പാലേ എന്ന് പറഞ്ഞ് പ്രസംഗിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ ജനം ഒന്നും എങ്ങും എത്തില്ലെന്നേ. ഇവർ പരിശോധനയിൽ പരാജയപ്പെട്ടു പോകും. നിന്റെ വീഡിയോയും നിന്റെ ഷോർട്സും റീലും കണ്ട് ഇവർ മുടിഞ്ഞു പോകുക എന്നുള്ളതേ ഉള്ളൂ ഉപദേശി. ഇവരോട് കഠിനമായി സംസാരിക്കേണ്ടതുണ്ട്. ശോധനകൾ ഉണ്ടാകും, ഹൃദയങ്ങളെ ശോധന ചെയ്യും. 1 ദിനവൃത്താന്തം 28:9 ഒന്ന് വായിച്ചേ. 1 Chronicle chapter 28 verse 9. നിന്റെ അപ്പന്റെ ദൈവത്തെ അറിയുകയും അവനെ പൂർണ്ണ ഹൃദയത്തോടും നല്ല മനസ്സോടും കൂടെ സേവിക്കുകയും. സങ്കീർത്തനം 7:9. ദുഷ്ടന്റെ ദുഷ്ടത തീർന്നു പോകട്ടെ, നീതിമാനെ നീ ഉറപ്പിക്കണമേ. നീതിമാനായ ദൈവം ഹൃദയങ്ങളെയും അന്തരിന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നുവല്ലോ. നീതിമാനായ ദൈവം ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നു. യിരെമ്യാവിന്റെ പുസ്തകം 17:10. ജെറമായ ചാപ്റ്റർ 17 വേഴ്സ് 10. യഹോവയെ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തരും അവനവന്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു. പഴയ നിയമ ഇസ്രായേലിനെ അവിടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നൊക്കെ പറഞ്ഞെങ്കിൽ ഈ കാലഘട്ടത്തിൽ പുതിയ നിയമ വിശുദ്ധന്മാരെ ശോധന ചെയ്യില്ലേ? നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്നത് എന്തെന്ന് അറിയുവാനായിട്ട് ഈ കാര്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരാൻ ദൈവം പല കാര്യങ്ങളും അനുവദിക്കും. നമ്മൾ മുന്നമേ വായിച്ചിട്ടുള്ളൊരു വാക്യമാണ് 20-ാം സങ്കീർത്തനം 4-ാം വാക്യം. 20-ാം സങ്കീർത്തനം 4-ാം വാക്യം വായിച്ചേ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. ഈ ഒരൊറ്റ വാക്യം കൊണ്ട് കോടാനുകോടി മനുഷ്യരെയാണ് ഈ നൂജൻ മാത്രമല്ലെന്ന് എല്ലാ പെന്തിക്കോസും കറക്കിയിട്ടുണ്ട്. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹവും നിന്റെ താല്പര്യമൊക്കെ നിവർത്തിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരാ ഇളകി മറിയാത്തത്? പല ആഗ്രഹങ്ങൾ കൊണ്ടല്ലേ മനുഷ്യൻ ഈ ഭൂമി ജീവിക്കുന്നത്. അപ്പൊ അതെല്ലാം സാധിപ്പിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ ശരി, ഞങ്ങൾ സ്നാനപ്പെട്ടേക്കാം. അത് ശരി, ഇത്രയും കാലം ഞങ്ങൾ എന്ത് പുഷ്പാഞ്ജലിയും പാത്മാഞ്ജലിയും നടത്തിയതാ? ഒന്നും നടന്നില്ല, കാശ് പോയത് മിച്ചം.
ഇത് കാക്കാജ് മുടക്കില്ലാതെ ഒന്ന് വെള്ളത്തിൽ കയറി ഇറങ്ങി വന്നാൽ ഹൃദയത്തിലെ ആഗ്രഹവും താല്പര്യവും ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ വിശാലമായ പാതയിലേക്ക്, കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക്, പാതാളത്തിലേക്കായി കവിഞ്ഞൊഴുകി പോകുന്നത്. കവിഞ്ഞൊഴുകുക എന്ന് പറഞ്ഞാൽ പിന്നെ മനസ്സിലായില്ലേ, ഡാമൊക്കെ കവിഞ്ഞൊഴുകുന്നത് പോക്കാ. പിന്നെ വ്യാജന്മാരും വഞ്ചകരും ആളുകളെ പറ്റിക്കുന്ന കാര്യമായി പറയുന്നത്. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹവും താല്പര്യവും എന്തെന്നൊക്കെ നമ്മൾ അതിന് തൊട്ട് മുകളിലുള്ള വാക്യമൊക്കെ വെച്ച് വളരെ വിശദമായി ചിന്തിച്ചിട്ടുള്ള മനുഷ്യരാണ്. ഈ കാലഘട്ടത്തിലെ ഇവരുടെ എല്ലാം പഠിപ്പീരിന്റെ പൊള്ളത്തരങ്ങള് 22,000 പേരെ ഓർത്തുകൊണ്ടെന്ന് പിരിയാൻ കേട്ടോ. 22,000 പേര് വിശ്വസിക്കുന്നത് ഈ പട്ടണത്തിൽ ക്രിസ്തീയ ജീവിതത്തിൽ സംഭവിക്കുന്ന കഷ്ടാനുഭവങ്ങളെല്ലാം ശാപമാണെന്ന് വിശ്വസിക്കുന്ന ജനം. അവരുടെ ജീവിതത്തിൽ ശോധനയെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. വിശ്വാസത്തിന്റെ പരിശോധനയെക്കുറിച്ചൊന്നും അവർ അശേഷം ഗൗനിക്കുന്നില്ല. ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടങ്ങൾ അനുവദിക്കുന്നതിന്റെ പിന്നിലുള്ള പല കാരണങ്ങളുണ്ട്. നമ്മുടെ സാങ്ക്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഒന്നാമത് പറയുന്നത്. മറ്റ് ചില കാര്യങ്ങളും കൂടെ കമ്പി വാചകത്തിൽ അങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവുക. അതായത് നമ്മൾ വളരെ വിശദമായി ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണ് ആരാധന എന്നുള്ളൊരു വിഷയം. അത് പഴയ നിയമ ആരാധനയും പുതിയ നിയമ ആരാധനയും ചേർത്ത് നിർത്തി നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. പഴയ നിയമ ആരാധനയോടുള്ള ബന്ധത്തിൽ അതിൻ്റെ ആഴം നമ്മൾ കണ്ടിട്ടുള്ളത് പുറപ്പാട് ദിവസം 30-ാം അധ്യായത്തിന്റെ 34-ാം വാക്യം മുൻനിർത്തിക്കൊണ്ടാണ്. അതായത് സമാഗമന കൂടാരത്തിന്റെ അല്ലെങ്കിൽ യെരൂശലേം ദേവാലയത്തിന്റെ വിശുദ്ധ സ്ഥലത്തിരിക്കുന്ന ഇൻസെൻസ് ഓൾട്ടറിൽ അഥവാ സുഗന്ധ ധൂപപീഠത്തില് 4 വിധ സുഗന്ധവർഗ്ഗങ്ങളും ഉപ്പും ചേർത്ത് നേർമയായി പൊടിച്ച് ആ ധൂപപീഠത്തിൽ കൊണ്ടുവന്നാണ് യഹോവയുടെ സന്നിധിയിൽ സുഗന്ധം പരത്തുന്നത്. അപ്പോൾ ആ വിഷയത്തിന്റെ ആഴത്തിലേക്ക് നമ്മൾ കടന്നു പോയപ്പോൾ നമ്മൾ കണ്ട കാര്യം ക്രിസ്തീയ ജീവിതത്തിലെ കഷ്ടങ്ങളാണ്. അതായത് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ ഈ സുഗന്ധവർഗ്ഗങ്ങൾ അങ്ങനെ നേർമയായി പൊടിച്ച് ധൂപപീഠത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അതിൻ്റെ പിറകിലേക്ക് നമ്മളൊന്ന് എത്തി നോക്കിയപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഓരോരോ കാര്യങ്ങൾ, നറുംപശ, ഗുൽഗുലു, ഹൽബാനപ്പശ, നിർമ്മല സാമ്പ്രാണി, പിന്നെ ഉപ്പും, ഈ പറയപ്പെട്ട വസ്തുക്കളൊക്കെ ശേഖരിച്ചത് ധൂപപീഠത്തിലേക്ക് വരണമെങ്കിൽ അത് കോസ്റ്റ്ലിയാണ്. അത് കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയ അധ്വാനമുള്ള കാര്യമാണ്. അങ്ങനെ അതിൻ്റെ ഓരോന്നിൻ്റെ റൂട്ടിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോയി കണ്ടെത്തിയ കാര്യങ്ങളാണ് ക്രിസ്തീയ ജീവിതത്തിലെ കഷ്ടങ്ങൾ. നമ്മെ സത്യാരാധനക്കാരാക്കി മാറ്റുമെന്നുള്ള കാര്യമാണ് മനസ്സിലാക്കിയത്. അത് ഈ മെഗാ ചർച്ചിലെ ഉപദേശിക്ക് അശേഷം അറിയില്ലെന്നേ. 22,000 പേരെ വഞ്ചിച്ചുകൊണ്ട് പുള്ളി കേമനാണെന്ന് നടിക്കുകയാണ്. ആ ജനത്തിനും ഇതൊന്നും അറിയില്ല. അടുത്തൊരു കാര്യം നമ്മൾ കണ്ടില്ലേ, സമാഗമന കൂടാരത്തിന്റെ ആകട്ടെ യെരൂശലേം ദേവാലയത്തിന്റെ ആകട്ടെ വിശുദ്ധ സ്ഥലത്തിരിക്കുന്ന തങ്ക നിലവിളക്ക്, ആ തങ്ക നിലവിളക്ക് കത്താനായിട്ട് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ അവിടെ വരേണ്ടതുണ്ട്. ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ, അങ്ങനെ ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ അവിടെ വരിക എന്നൊക്കെ പറഞ്ഞാൽ ക്രിസ്തീയ ജീവിതത്തിൽ നാം കടന്നു പോകുന്ന ചില ജീവിതാനുഭവങ്ങളുണ്ട്. ആ ജീവിതാനുഭവങ്ങളാണ് വിളക്ക് കത്തുവാൻ പാകത്തിനുള്ള തെളിവുള്ള ഒലിവെണ്ണ അവിടെ വരുവാനായിട്ടുള്ള സാഹചര്യം ഒരുങ്ങുന്നത്. ക്രിസ്തീയ ജീവിതത്തിൽ നമ്മളെ വിവിധങ്ങളായ ശോധനയുടെ അനുഭവങ്ങളിലൂടെ, കൊടുങ്കാറ്റിന്റെ കീഴിലൂടെ, അലമാലകളുടെയും തിരമാലകളുടെയും നടുവിലൂടെ അങ്ങനെയൊക്കെ നമ്മെ നടത്തി വിടുമ്പോൾ വിളക്കിലേക്ക് ഇറ്റിറ്റായിട്ട് തെളിവുള്ള ഒലിവെണ്ണ വരികയാണ്. വിളക്ക് കത്തി നിൽക്കാൻ പാകത്തിന് സ്വർഗത്തിലെ ദൈവം അത് അനുവദിക്കുകയാണ്. പിന്നീട് നമ്മൾ ചിന്തിച്ച മറ്റൊരു കാര്യമില്ലേ, കുഞ്ഞാടിന്റെ കാന്ത തന്നെത്താൻ ഒരുക്കിയ കാര്യം വായിച്ചിട്ടില്ലേ? കാന്തയുടെ വസ്ത്രം എന്ന് പറയുന്നത് വിശേഷപ്പെട്ട വസ്ത്രമാണ്. പൊൻകസവ് കൊണ്ടുള്ള ചിത്രത്തയിലുള്ള വസ്ത്രമാണ് ധരിക്കുന്നത്. അങ്ങനെ പൊൻകസവ് കൊണ്ടുള്ള ചിത്രത്തയിലുള്ള ആ വസ്ത്രം തയ്യാറാക്കുന്നതും അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ റൂട്ടിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോയി ചിന്തിച്ചിട്ടുണ്ട്. ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടങ്ങളുണ്ടോ ഇല്ലയോ? അതിന് നമ്മൾ കണ്ടെത്തിയ ഒരു ഉദാഹരണം എന്താ? കോട്ടണുമായി ബന്ധപ്പെട്ടാണ്. മലയാളക്കരയിലുള്ളവർക്ക് കോട്ടൺ അഥവാ പരുത്തി എന്ന് പറഞ്ഞാൽ എന്താണെന്നൊന്നും വലിയ പിടിയുണ്ടാവില്ല. അതേസമയം കേരളത്തിന് വെളിയിലുള്ള ആളുകൾക്ക് അറിയാം പരുത്തി കൃഷി ചെയ്യുന്ന പാടങ്ങൾ. ആ പാടത്തുനിന്ന് പരുത്തി കൊയ്ത് കൊണ്ടുവന്നിട്ട് അത് പ്രോസസ്സ് ചെയ്യുന്ന രീതികളുണ്ട്. പ്രോസസ്സ് ചെയ്ത് അവസാനം ആ പരുത്തിയിൽ നിന്ന് വിശേഷപ്പെട്ട വസ്ത്രം ലഭിക്കുകയാണ്. വില കൂടിയ കോട്ടൺ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അങ്ങനെ വിശേഷപ്പെട്ട വസ്ത്രം ലഭിക്കുകയാണ്. ആ വസ്ത്രത്തിലാണ് ചിത്രത്തൈലുകൾ വരേണ്ടത്. ചിത്രത്തൈലുകൾ, സൂചി കയറും സൂചി ഇറങ്ങും, സൂചി കയറും സൂചി ഇറങ്ങും. ജീവിതത്തിൽ കഷ്ടമുണ്ടോ ഇല്ലയോ? അങ്ങേരൊന്നും ജീവിതത്തിൽ ഇത് കേട്ടിട്ടുണ്ടാവില്ലെന്നേ. വഞ്ചനയുടെ ആത്മാവല്ലേ അവരെ നടത്തുന്നത്.
ഇനി ആ വസ്ത്രത്തിൽ പൊൻകസവ് പിടിപ്പിക്കണം. പൊൻകസവ് എങ്ങനെയാണ് നിർമ്മിക്കുന്നത്? അതായത് തനി തങ്കം ചെറു ചൂടോടുകൂടി ചുറ്റികയാൽ അടിക്കപ്പെട്ട് നൂല് പോലെയാക്കിയെടുക്കും. അങ്ങനെയാണ് പൊൻകസവ് ഉണ്ടാക്കിയെടുക്കുന്നത്. ശ്രമകരമായ അധ്വാനമാണ്. അവിടെ കഷ്ടങ്ങളുടെ അനുഭവങ്ങളുണ്ട്. അങ്ങനെ അസംഖ്യം കാര്യങ്ങളാ പറയാൻ കിടക്കുന്നത്. ക്രിസ്തീയ ജീവിതം എന്തെന്നാ ധരിച്ചിരിക്കുന്നത്? മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ട് മരുഭൂമിയിലേക്ക് വന്ന ആ മനുഷ്യരെ സ്വർഗത്തിലെ ദൈവം ദയാദാക്ഷിണ്യമില്ലാതെ താഴ്ത്തി പരിശോധിച്ചെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്നും ഇങ്ങനെ തലോടിക്കൊണ്ട് കുഞ്ഞമ്മേ പൊന്നമ്മേ തങ്കമ്മേ എന്ന് വിളിച്ച് അങ്ങനെ കൂട്ടടക്കുമെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? അയ്യോ, നിങ്ങൾ എവിടെ എത്തിച്ചേരുമെന്നാണ് വിചാരിക്കുന്നത്? ഈ വഞ്ചകന്മാരെല്ലാം കൂടി നിങ്ങളെ വഞ്ചിച്ച് നിത്യനരകത്തിന്റെ ഓഹരിക്കാരാക്കും. നിർമ്മലമായ സത്യവചനമാണ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. നമ്മുടെ കർത്താവും തന്റെ അപ്പോസ്തലന്മാരും പറഞ്ഞു വെച്ച കാര്യങ്ങളാണ് ഈ പറയുന്നത്. നമ്മുടെ പൂർവന്മാരായ പിതാക്കന്മാർ നമ്മോട് പറഞ്ഞു കേൾപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ. അവരും നമ്മളും ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടങ്ങളിലൂടെയൊക്കെ പോയിട്ടുണ്ട്. ക്രിസ്തീയ ജീവിതം കഷ്ടജീവിതം ഒന്നുമല്ലെന്നേ, ക്രിസ്തീയ ജീവിതം ആനന്ദ ജീവിതമാണെന്ന് നമ്മൾ എപ്പോഴും ഉച്ചൈസ്തരം പറയാറില്ലേ? ക്രിസ്തീയ ജീവിതം ആനന്ദ ജീവിതമാണ്. എന്നാൽ ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടമുണ്ട്. അത് ശാപമാണെന്നൊക്കെ പറയുകയും പഠിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അനേകർ വഞ്ചനയിൽ കുടുങ്ങിപ്പോവുകയാണ്. അതുകൊണ്ടാണ് ഹൃദയഭാരത്തോടുകൂടി വിശുദ്ധന്മാരുടെ നടുവിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൊണ്ടുവരാമെന്ന് നമ്മൾ ചിന്തിച്ചത്. ഒടുക്കം നമ്മൾ കമ്പി വാചകത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞില്ലേ? അതൊക്കെ സത്യാന്വേഷികൾക്ക് കൂടുതൽ അന്വേഷിച്ചു പോയാൽ പഠിക്കാവുന്ന വിഷയമാണ്, അനുഭവിക്കാവുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഈ കാര്യങ്ങളിലൊക്കെ നല്ല ബോധ്യമുള്ളവരായി തിട്ടമുള്ളവരായി നമ്മുടെ പ്രിയപ്പെട്ടവർ മാറണം. അതിനു വേണ്ടിയിട്ടാണ് തുറന്ന് സംസാരിക്കുന്നത്. പൊതിഞ്ഞു കെട്ടി പറയാൻ അറിയാൻ മേലാത്തതുകൊണ്ടല്ല. അങ്ങനെ പൊതിഞ്ഞു കെട്ടിയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് വലിയ പ്രയോജനമില്ല. ആളുകൾ ട്രാക്കിലേക്ക് വരുന്നില്ലെന്നേ. രണ്ടാലൊന്ന് നടക്കണം. ഒന്നുമല്ലേ, ആളുകൾ നമ്മൾ ഈ പറയുന്ന വചനം തിരസ്കരിക്കണം, റിജക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവരിത് അക്സെപ്റ്റ് ചെയ്യണം, വചനത്തിന് മുമ്പാകെ മുട്ടുമടക്കണം. ഇതാണ് സത്യവചനം. അതായത് കർത്താവിന്റെ സഭ ഈ ഭൂമിയിൽ എങ്ങനെയായിരിക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ തിരുവെഴുത്തിലുണ്ട്. അതിനനുസരിച്ചല്ലാത്ത ഒരു കാര്യം ആര് പറഞ്ഞാലും അത് നിലനിൽക്കില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലെന്നോർത്ത് വേറെ ആരെങ്കിലും ദൈവം എഴുന്നേൽപ്പിക്കും. മൊർദെഖായി പറഞ്ഞില്ലേ, നീ ഇപ്പോൾ അതിനു വേണ്ടി ഉത്സാഹിച്ചില്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും ദൈവം ആളുകളെ എഴുന്നേൽപ്പിക്കും. പക്ഷെ നീയാണത് ചെയ്യേണ്ടത്. എന്റെ ബോധ്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഈ ബോധ്യങ്ങൾ എനിക്ക് സ്വർഗത്തിലെ ദൈവം തന്നതാണ്. ഇത് ഞാൻ മൂടി വെച്ചു കഴിഞ്ഞാൽ ഞാൻ വിശ്വസ്തനായിരിക്കുവോ? ദുഷ്ടദാസനെ എന്നുള്ള വിളി എനിക്ക് കേൾക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടാണ് നല്ല ദാസനെ എന്നുള്ള വിളി കേൾക്കണം. അതുകൊണ്ടാണ് ചില വ്യാജങ്ങളെയും വഞ്ചനകളെയും തുറന്നു കാണിക്കുമ്പോൾ തന്നെ വചനത്തിന്റെ വെളിപ്പാടുകൾ, ആഴങ്ങൾ നിങ്ങളുടെ മുമ്പാകെ തുറന്നു കൊണ്ടുവരുന്നത്. എത്ര ശ്രേഷ്ഠമായ ഒരു മാർഗത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മുടെ കർത്താവിന്റെ തിരുസ്വരം കാതുകളിൽ മുഴങ്ങുകയാണ്. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്നോട് കൂടെയുണ്ടെന്നുള്ള ആ സ്വരത്തെ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ താഴ്ത്തി നമുക്ക് ഏൽപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.